ഇസ്ലാഹി റേഡിയോ വഴിയും ബൈലക്സ് മലയാളി ഇസ്ലാമിക് ക്ലാസ് റൂം വഴിയും ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് സംസാരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പുളിക്കൽ ഇത് ആവർത്തിച്ചുള്ള തവണകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഓരോ തവണയും വരുമ്പോൾ, ഓരോ തവണയും കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ ഉത്തരം ബാക്കിയാക്കി പോകുന്നതും പലപ്പോഴും ഒരിക്കൽ പോലും പരാമർശിക്കാനും തൊടാൻ പോലും തയ്യാറല്ലാതെ മാറ്റി നിർത്തുന്നതുമായ കുറെ അജണ്ടകൾ ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഗണന പരിപാടി എന്ന പേരിൽ, മുഖാമുഖം പരിപാടി എന്ന പേരിൽ നടന്ന പ്രോഗ്രാമും അവസാനിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദൗത്യ നിർവഹണം കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയുന്ന അന്തരീക്ഷം റബ്ബ് നമുക്ക് അനുകൂലമാക്കി തന്നു എന്നത് ഏറെ സ്തുതിയോടെ, പ്രാർത്ഥനയോടെ നാം അനുസ്മരിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു പരിപാടിയുടെ മെസ്സേജ് യഥാർത്ഥത്തിൽ സമൂഹം ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും, സമൂഹം കൺഫ്യൂസ്ഡ് ആയ കുറെ കാര്യങ്ങൾക്കുള്ള വളരെ വ്യക്തമായ മറുപടിയും യഥാർത്ഥത്തിൽ കിട്ടിക്കഴിഞ്ഞു മറുപക്ഷത്തിന്റെ കഴിഞ്ഞ പരിപാടിയിലൂടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചിലരെങ്കിലും എന്റെ സംഭാഷണം കേൾക്കുന്ന ആളുകൾ ഇതിൽ എവിടെ ഒരു ക്ലിപ്പ് മുറിക്കണം എന്നാലോചിച്ച് പേനയും പേപ്പറും എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴത്തെ ക്ലിപ്പായി അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ബഹുമാനായ അനീഫ് കായക്കൊടിയോ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിയോ ബന്ധപ്പെട്ട ആരെങ്കിലും സക്കരിയ സ്വലാഹി ഇവിടെ വിശദീകരിച്ചത് മുതൽക്കുള്ള കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതുകൊണ്ടോ പ്രാമാണികമായി അതിനെ ഖണ്ഡിച്ചതുകൊണ്ടോ ആ നിലക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു വിശദീകരണം സമർപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ അല്ല പൊതുജനത്തിന് ഉത്തരം കിട്ടി എന്ന് ഞാൻ പറഞ്ഞത്. മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ കൃത്യമായി ആർട്ടിഫിഷ്യലായ ഒരു അജണ്ട ഉണ്ടാക്കിക്കൊണ്ടുവരികയും ആ അജണ്ടയിലേക്ക് മൊത്തം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരികയും ചെയ്തപ്പോൾ ജിന്നിനോടുള്ള സഹായതേട്ടങ്ങളിൽ, ജിന്നിനോടുള്ള സഹായ ചോദ്യങ്ങളിൽ ശിർക്കാകുന്നതും അല്ലാത്തതും ഉണ്ട് എന്ന ഇസ്ലാമിന്റെ അഹ്ലുസുന്നയുടെ മുൻഗാമികളുടെ ഒരു നിലപാട് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ വളരെ ക്രൂരമായി, വളരെ വ്യക്തമായി മുജാഹിദ് പ്രവർത്തകരെ മാനസികമായും ശാരീരികമായും നേരിടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 1.5 കൊല്ലമായി 2 കൊല്ലമായി ഇവിടെ നിലനിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇസ്ലാമിൽ ഉള്ളത് തന്നെ പറയണം, ഇസ്ലാമിൽ ഉള്ളത് തന്നെ പറയണം, പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്താനും ജനങ്ങൾക്കൊരുപക്ഷെ പെട്ടെന്ന് കേട്ടാൽ ഷോക്കുണ്ടാകുന്നതുമായ അതേ അജണ്ട, അതിന്റെ പ്രാമാണികമായ വശങ്ങൾ വളരെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോന്നു, എന്തുകൊണ്ട് അങ്ങനെ പോരേണ്ടി വന്നു, എന്തുകൊണ്ട് ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കേണ്ടി വന്നു എന്നതിന്റെ ഉത്തരം കഴിഞ്ഞ പരിപാടിയോടുകൂടി യഥാർത്ഥത്തിൽ മറുപക്ഷം വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കും എന്ന വാദം, അല്ലാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെന്ന വാദം, അല്ലെങ്കിൽ സമീഉദ്ദുആ അല്ലാഹു മാത്രമാണ് എന്ന് നാം വിശ്വസിച്ചു പോകുന്ന കാര്യത്തിൽ നിന്ന് ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ റബ്ബ് മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവൻ മാത്രമേ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ, വേറെ ആർക്കും പ്രാർത്ഥന കേൾക്കാൻ കഴിയുകയില്ല എന്ന കാലഘട്ടങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചു പോന്ന വാദത്തിൽ നിന്നുള്ള വ്യക്തമായ ഡൈവേഴ്സൺ കഴിഞ്ഞ പരിപാടിയോടുകൂടെ സമൂഹത്തിന് കൂടുതൽ ബോധ്യപ്പെട്ടു. പല സ്ഥലങ്ങളിലായി, പലപ്പോഴായി സ്വകാര്യ സംഭാഷണങ്ങളിലായി, ചിലപ്പോഴെങ്കിലും മുഖാമുഖങ്ങളിലായി ഇത്തരം ചില പരാമർശങ്ങൾ പറഞ്ഞു പോവുകയും ആ പരാമർശങ്ങളിലൂടെ ഇങ്ങനെ നീങ്ങുകയും ബഹുമാനായ ഫൈസൽ മൗലവിയുടെ ചില വാചകങ്ങൾ വളരെ വ്യക്തമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദഗതി ഇത്തരം ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പുളിക്കലെന്നല്ല, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക്, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ട് നമ്മൾ ആ ഒരു വാദഗതിയിൽ
തന്നെ ഉറച്ചു നിന്നു എന്നതിന്റെ ഉത്തരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സന്തോഷം ഈ സന്ദർഭത്തിൽ മറുപക്ഷത്തോട് ആ ഒരു സന്തോഷം രേഖപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. പുലിക്കലിൽ നടന്ന കഴിഞ്ഞ പരിപാടിയോടുകൂടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണക്കാരും വിദ്യാസമ്പന്നരുമായ മുജാഹിദുകൾ അവർക്ക് വ്യക്തമായ ചില തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് വേദിയിൽ കയറിയാൽ അവരെ കുറിച്ച് പറയാൻ അരമണിക്കൂറും 3/4 മണിക്കൂറൊക്കെ സമയം ചെലവാക്കുന്നുണ്ട്. ചില ആളുകൾ അരമണിക്കൂറും 3/4 മണിക്കൂറൊക്കെ എടുത്തിട്ട് എനിക്ക് PhD കിട്ടിയതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് PhD കിട്ടാതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ലോകത്തെവിടെയൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഈ വിഷയകമായ അവസാനത്തെ പരിപാടി വരെയും ആവർത്തിച്ച് പലതവണ ഞങ്ങൾ വളരെ കൃത്യമായി ചോദിച്ച ഒരു ചോദ്യത്തിൽ പോലും തൊടാൻ മറുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നും മുറിച്ചിട്ട് ഇവിടെ ക്ലിപ്പിട്ടിട്ട് അടുത്ത പരിപാടിയിൽ കാണിച്ചു തരും. ഈ ചോദ്യം ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ല, ഈ ചോദ്യം ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞുതരും. യഥാർത്ഥത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ വിശദീകരിക്കാനും അവനാന്റെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ എത്ര ഉണ്ടെന്ന് പറയാനും നേരം കാണുന്ന ആളുകൾ പലപ്പോഴും ഇവിടെ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയുകയോ വിഷയങ്ങൾ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പ്രോഗ്രാമിൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയകമായി കേരളക്കരയിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുടെ വളരെ കൃത്യമായ സംക്ഷിപ്തങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അവസാനിക്കുന്നത്. അള്ളാഹു അതിനുള്ള തൗഫീഖിനെയും ഭാഗ്യത്തെയും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ദൗത്യം നിർവഹിക്കാനാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ബഹുമാനനായ ഹനീഫ് കായക്കൊടി ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി ഞാനും എന്റെ കാതിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയായിരുന്നു. ശരിക്കും കേട്ടപ്പോ ഒരു വിറയലാണ് വന്നത്. എന്ത്? അല്ലാഹു അല്ലാത്തവർ പ്രാർത്ഥന കേൾക്കും, സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്നവൻ റബ്ബ് മാത്രമാണ് എന്ന ഇസ്ലാമിക തത്വസംഹിത, അമ്പിയാക്കൾ മുഴുവൻ മനുഷ്യ ചരിത്രത്തെ പഠിപ്പിച്ച തത്വസംഹിത, അമ്പിയാക്കളുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ ചീർപ്പ് വെച്ച് വാർന്നെടുക്കാൻ കാരണമായ തത്വസംഹിത, സെയ്ദ് മൗലവിയുടെ കഴുത്തിൽ പടക്കമാലകൾ പൊട്ടിത്തീരുന്നതുവരെ അദ്ദേഹം പ്രസംഗിച്ച് സ്ഥാപിച്ച തത്വസംഹിത, ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരെ പ്രോഗ്രാമിനെന്ന് പറഞ്ഞ് പിടിച്ചുകൂട്ടിക്കൊണ്ടുപോയി വധിക്കാൻ അവരെ പ്രേരിപ്പിച്ച, എതിരാളികളെ വധശ്രമങ്ങൾക്ക് പ്രേരിപ്പിച്ച തത്വസംഹിത, അത് പൊളിച്ചടുക്കിക്കൊണ്ട് മൂവർസംഘമുണ്ടാക്കിയ 2012 തൗഹീദ് സ്ഥാപിക്കാനുള്ള ബാലിശമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് കുറച്ച് പിന്നോട്ട് പോയപ്പോൾ കണ്ട ചില കാഴ്ചകൾ, അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതെന്താ അറിയോ? എങ്ങനെയാണ് ഈ ഇഷ്യൂ വന്നത്? എവിടുന്നാണ് ഈ ഇഷ്യൂ വന്നത്? ആരാണത് ഉണ്ടാക്കിയത്? അല്ലെ, ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യാണ് ഇസ്തിആനത്തു ബിൽ ജിന്ന്, ജിന്നിനോടുള്ള സഹായതേട്ട അതിന്റെ ഹുക്കും എന്താ, അതിന്റെ വിധി എന്താന്നുള്ളിടത്താണുള്ള ചർച്ച. ആരാത് ഉണ്ടാക്കിയത്? ആരാത് കൊണ്ടുവന്നത്? ഇത് കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊരു ആർട്ടിഫിഷ്യൽ അജണ്ടയായിരുന്നു. എന്റെ ശബ്ദം എവിടുന്ന് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കാത് തുറന്നു വെച്ച് ഞാൻ പറയുന്നത് കേട്ടോളിയും. യഥാർത്ഥത്തിൽ വാപ്പാനെയും ഇമ്മാനെയും തെറ്റിച്ച, ജ്യേഷ്ഠനെയും അനിയനെയും തെറ്റിച്ച, സ്വന്തം ഇവിടെ ഈ മുന്നിലിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളിൽ ചിലർ ഇപ്പോഴും വാടക വീട്ടില്ല. മനസ്സിലായോ? ഈ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന എന്റെ ചില സുഹൃത്തുക്കൾ ഇപ്പോഴും വാടക വീട്ടില്ല. അവരുറങ്ങിയിരുന്ന വീട്ടിലെ റൂമേ പൊളിച്ചുകൊണ്ടല്ല, നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇവിടെ ഇസ്തിആനത്ത് ബിൽ ജിന്നുമായി ബന്ധപ്പെട്ട തർക്കത്തെ ഊതി വീർപ്പിച്ച് ശിർക്കിലേക്ക് പോയി എന്ന് പ്രചരിപ്പിച്ച് മുജാഹിദുകളുടെ മനസ്സ് കൊള്ളയടിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സ്വന്തം ഇച്ഛകൾ സംരക്ഷിക്കാൻ, സ്വന്തം പദ്ധതികൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തിയ ശ്രമത്തിന്റെ ഭാഗത്ത് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്? പഴയ സീഡിപ്പെടുത്ത് കാണുമ്പോൾ കാണുന്ന കുറെ രംഗങ്ങളുണ്ട്. എന്താ അറിയോ? പഴയ സീഡ് ഇപ്പോൾ എടുത്ത് കാണുമ്പോൾ കാണുന്ന കുറെ രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ പരിപാടിക്ക് പോന്നപ്പോ മുമ്പത്തെ പരിപാടിയിലുള്ളവർ അവരവതരിപ്പിച്ച വിഷയം തീരുമാനാകൂല എന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ചാരനെയും കൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയത്. മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ചാരനെയും കൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിയത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായി ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്.
നാസർ സുല്ലമി ഇവിടെ വന്ന പശ്ചാത്തലത്തിൽ ആ ചോദ്യങ്ങൾ വീണ്ടും ഞങ്ങൾ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം PhD കുറിച്ചും മുജാഹിദുകളുടെ തലയെണ്ണി അംഗസംഖ്യ കാണിച്ച് സിൻഡിക്കേറ്റിലേക്ക് വാങ്ങിയ സ്ഥാനം ഉപയോഗിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബൽ ഉപയോഗിച്ച് മുജാഹിദുകൾ ആദരിക്കുന്ന, കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവൻ ആദരിക്കുന്ന, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒരിക്കലും മറക്കാത്ത ബഹുമാനായ കരിവള്ളി മുഹമ്മദ് മൗലവിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് കത്ത് വാങ്ങി. സർ, നിങ്ങൾക്ക് അദ്ദേഹം കത്ത് തന്നത് മംഗളക്കാരൻ സലഫി എന്ന നിലക്കല്ല, മംഗളക്കാരനായ ഒരു വ്യക്തി എന്ന നിലക്കല്ല. ലീഗ് നിങ്ങളെ അവസാനം ഒരുപാട് ഏറ്റുമുട്ടലുകൾക്ക് ശേഷം നിങ്ങളെ എടുത്തത്, ഒരുപാട് നീണ്ട ഫോൺ കോളുകൾക്ക് ശേഷം നിങ്ങളെ എടുത്തത് നിങ്ങൾ കേവലം മംഗള സ്വദേശിയായ ഒരാളായതുകൊണ്ടല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിൽ നിങ്ങൾക്ക് സിൻഡിക്കേറ്റിലേക്ക് ഇടം തന്നു, സിൻഡിക്കേറ്റിലേക്ക് ഇടം കിട്ടി. ഓരോരുത്തരും എങ്ങനെയാണ് വന്നതോ അതേ ക്രൈറ്റീരിയ വെച്ച് കൊടുക്കാൻ വിചാരിച്ചാല് സ്വന്തം ജ്യേഷ്ഠനെ പിന്നെ മെല്ലെ ഓവർടേക്ക് ചെയ്ത് കരിവള്ളി മുഹമ്മദ് മൗലവി ഇദ്ദേഹത്തിന് വേണ്ടി പാണക്കാട് പോയി എന്നാണ് യഥാർത്ഥത്തിൽ അറിഞ്ഞത്. പാണക്കാട് തങ്ങളോട് ഈ വിഷയം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ? ഇല്ലെങ്കിൽ അദ്ദേഹം ഇല്ല എന്ന് പറയട്ടെ. അങ്ങനെ കിട്ടിയ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്തോനേഷ്യയിലുണ്ടോ, ആഫ്രിക്കയിലുണ്ടോ, അമേരിക്കയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലുണ്ടോ? ഇതൊന്നല്ല ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങൾക്ക് ഇനി ചിലപ്പോ PhDക്ക് നിങ്ങൾ എടുക്കേണ്ട പണിയൊക്കെ എടുത്ത് ഒരുപക്ഷെ വേണമെങ്കിൽ നിങ്ങൾ PhD എടുത്തോളി, പറഞ്ഞതൊന്നുമല്ല. പത്രത്തിൽ വാർത്ത വന്നപ്പോ മുജാഹിദുകൾ ആ പീഡിയക്കൊലയെന്ന് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടെന്നറിയോ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വികാരാതീതനായി പലപ്പോഴും സംസാരിക്കണേ. ഞങ്ങളെ വികാരങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. അവിടുന്ന് ഇങ്ങനെ ചർച്ച വരിക, ഈ PhDയുമായി ബന്ധപ്പെട്ട ചർച്ച. മുജാഹിദുകൾ അവരുടെ അംഗസംഖ്യവും എണ്ണവും കാണിച്ച് ഇന്നേവരെ ഒരു രാഷ്ട്രീയക്കാരന്റെ അടുത്തും പോയിട്ടില്ല, അങ്ങനെയൊന്നും പിടിച്ചു വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞെടുക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് മൗലവി. അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഷെയ്ഖ് മുഹമ്മദ് മൗലവി സാഹിബ്, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ബോഡികളിൽ നിന്നിരുന്നല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ബോഡികളിൽ നിന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? എന്ത് ചെയ്തു സ്വന്തം കാര്യത്തിന് വേണ്ടി? യഥാർത്ഥത്തിൽ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ സമയമെടുത്തതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താ? 28/10/2011 കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വലിയ കണ്ടെത്തൽ നടത്തി. ആ വലിയ കണ്ടെത്തൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ആ വലിയ കണ്ടെത്തൽ KKP അബ്ദുള്ള എന്നൊരു ചാരനും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത വേറെ ചില ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയില്ലേ? അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചിട്ടില്ലേ? ഉണ്ടോ? ഞങ്ങൾ പലതവണ ചോദിച്ചതാണല്ലോ. വിഷയത്തിന്റെ മർമാനത് മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ മർക്കസുദ്ദാവയിലെ ഫോൺ അറ്റൻഡ് ചെയ്ത് പണിയെടുക്കുന്ന, മർക്കസുദ്ദാവയിലെ ശമ്പളം പറ്റിയോ അല്ലാതെയോ പണിയെടുക്കുന്ന ആരാ? KKP അബ്ദുള്ള എന്നൊരു ചാരൻ. ആ ചാരനെതിരിൽ 28/1/2011 യൂണിറ്റ് ആക്ഷൻ എടുത്തു. 27/2/2011 മേഖല ആക്ഷൻ എടുത്തു. 5/6/2011 ഗ്രൂപ്പ് യോഗത്തിൽ ഇയാൾക്ക് മുഖ്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ട് നിങ്ങളടങ്ങുന്ന ആളുകൾ അതവിടെ യോഗം നടത്തിയപ്പോൾ യോഗത്തിൽ അദ്ദേഹമുണ്ടായി. 17/7/2011 ജില്ലാ സമിതി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തു. 31/7/2011 കണ്ണൂരിലെ സംയുക്ത യോഗത്തിൽ വെച്ച് ഇയാൾ പുറത്തുവിടാൻ പോകുന്ന പുതിയ പുസ്തകം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടനെഞ്ചത്ത് കുത്താനുള്ള പുതിയ കത്തി, ആ കത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകനെതിരെ സംസാരിച്ചു. അദ്ദേഹത്തോട് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ഇത് പുറത്തുവിടരുത് എന്ന്. എന്നാൽ അദ്ദേഹം അത് പുറത്തുവിടുന്നതാണ് പിന്നീട് കാണുന്നത്. മാത്രമല്ല 16/8/2011 ISMന്റെ സ്റ്റേറ്റ് സമിതി ഈ പുസ്തകം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ചർച്ച നടന്നു. അയാളെ പുറത്താക്കണമെന്ന ഓർഡർ വന്നു, അയാളെ പുറത്താക്കണമെന്ന തീരുമാനം വന്നു. ഒരു മെമ്പർ എണീറ്റിട്ട് പറഞ്ഞു, ഒരിക്കലും ഈ പണിക്ക് തൽക്കാലം നമ്മൾ നിൽക്കേണ്ട, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ KNMന്റെ ഉള്ളിൽ ആളുണ്ട്. ISMഉം KNMഉം തമ്മിലാണ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ, MSMഉം KNMഉം തമ്മിലാണ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ വലവീശി നടക്കുന്ന താങ്കൾ രംഗം മുതലാക്കുമെന്ന് കണ്ടപ്പോൾ ബഹുമാനായ TK അഷ്റഫ് സാഹിബും അതേപോലെ ISM
അതുകൊണ്ട് ഇതാ ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നെതുവത്തിന്റെ ഓഫീസിൽ ഒരു ഫയലുണ്ട്, ഒരിക്കലും പരിഗണിക്കാതെ മാറ്റിവെക്കേണ്ട പരാതികളുടെയും അപേക്ഷകളുടെയും ഫയല് അതിലേക്ക് നിങ്ങൾ എടുത്തു വെച്ചു. തീർന്നില്ല. അതിന്റെ ശേഷം 9/9/2011 ശബാബിൽ 3 പേജുള്ള ഇദ്ദേഹത്തിന്റെ ലേഖനം വന്നു. അപ്പോൾ KKPക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതുമായ തിരക്കിലായിരുന്നു പ്രൊഫസർ അബ്ദു സാഹിബ്. അദ്ദേഹം മണ്ഡലം സെക്രട്ടറിയെ വിളിച്ചു, കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. AP-ക്ക് ഫോൺ കൊടുക്കാക്കി ചെയ്തവനാൽ AP ഒന്നും മിണ്ടാതെ ഫോൺ കൈമാറി. സംസാരിച്ചത് യഥാർത്ഥ AP ആയിരുന്നോ അല്ലേ എന്ന് ഞങ്ങൾക്കറിയുകയില്ല. 29/9/2011 ഇസ്മായിൽ കണവക്കൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാം, എന്റെ കുടുംബത്തെയും കൂട്ടിവരാം. ഇതാ ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം തന്നെ സമർപ്പിച്ച പരാതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ടായി. 28/10/2011 KJUവിന്റെ പ്രഖ്യാപനവും വന്നു. എന്നിട്ട് ആര് വിളിച്ചു KKPയെ? ആര് ചോദിച്ചു അദ്ദേഹത്തോട്? അദ്ദേഹത്തെ ആര് വിചാരണയ്ക്ക് വിളിച്ചു? അദ്ദേഹത്തിനെതിരിൽ എന്ത് ആക്ഷൻ എടുത്തു? ഇതൊക്കെ നടക്കുമ്പോഴും മുജാഹിദുകളുടെ മിമ്പറിൽ അയാൾ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം മടവൂരികളുടെ പാളയത്തിലേക്ക് പോവുകയും അവിടുത്തെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോഴും ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗൂഢസംഘം ആ ഗൂഢസംഘത്തിലെ ആളുകൾ നെതുവത്തിന്റെ ഓഫീസിൽ നടത്തിയ പണികളെ കുറിച്ച് ബഹുമാനായ സലഫിന് പറഞ്ഞോട്ടെ. സിദ്ദീഖ് തലശ്ശേരി നെതുവത്തിന്റെ ഓഫീസിൽ നടത്തിയ പണിയെപ്പറ്റി ബഹുമാനായ സലഫി തന്നെ പറയട്ടെ. ഫാറൂഖിന്റെ പ്രസംഗം അത് CD ക്ലിയർ ആക്കുന്നതിന് മുമ്പ് യൂട്യൂബിൽ അത് വന്നു. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം തോന്നി, റെക്കോർഡ് ചെയ്തവനല്ലാത്ത വേറെ ഒരുത്തന്റെ കൈക്കൽ പോലല്ലോ. ഓന് ശരിക്കും വിളിച്ച് കൈകാര്യം ചെയ്തു. ഓൻ അവിടെ നിന്ന് പറഞ്ഞു. ഇതൊക്കെ സംഘടന ചെയ്യുന്നുണ്ട്. എന്നിട്ടിപ്പോ എവിടെ സിദ്ദീഖ് തലശ്ശേരിയിലെ പിടിച്ച് പുറത്താക്കിയിട്ട് അയാളെ ക്യാമറാമാന്റെ പണി നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ട് തലശ്ശേരി മണ്ഡലം ISMന്റെ സെക്രട്ടറിയാക്കി. മനസ്സിലായി നിങ്ങൾക്ക്? തലശ്ശേരി മണ്ഡലം ISMന്റെ സെക്രട്ടറിയാക്കി. ഹാരിസ് ചേരൂർ ജമിയത്തുൽ ഉലമ ചാരസംഘത്തിലെ കണ്ണിയാണ് എന്ന് പറഞ്ഞ ആളാ. അയാളെ പിടിച്ചിട്ട് എന്താക്കി? അയാളെ പിടിച്ചിട്ട് കാസർഗോഡ് ജില്ലന്റെ സെക്രട്ടറിയാക്കി. ചാരപ്പണിയെടുത്ത മിനിമം സെക്രട്ടറി സ്ഥാനം അപ്പൊ കൊടുക്കണേ. ഇത് മനസ്സിലായോ? തീർന്നില്ല. ഇങ്ങനെ ഓരോരുത്തരും ഈ കണ്ണിയിൽ പങ്കുചേർന്ന ഓരോരുത്തരും ഈ നിലക്ക് ഡീൽ ചെയ്ത് നിങ്ങൾ എവിടെ നിനക്ക് മറുപടി പറഞ്ഞത്? കേരളത്തിൽ എവിടെ നിങ്ങൾ വിശദീകരിച്ച്? വിശദീകരിച്ച ഡിസ്ക് ഒന്നും കൊടുത്തേക്കോ? നിങ്ങളുടെ ഡിസ്ക് ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്കൊക്കെ ഇപ്പൊ കാണാനുള്ള നേരവും കാലൊക്കെ ഉണ്ടെന്ന് കേൾക്കണേ. നിങ്ങളുടെ ഡിസ്ക് ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ ഡിസ്കൊക്കെ കുറച്ചെടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിമന്ന് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തീരുമാനമായി വരും ചെയ്യും. നിങ്ങൾ കുറെ കാലായി പല വിഷയങ്ങളിലും ചില അർത്ഥസത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ, എന്ന് നമ്മളിടയ്ക്ക് ജിന്നിനോടുള്ള സഹായതട്ടം പറ്റൂല്ലേ എന്നുള്ള ചർച്ച വന്ന് ആരത് കൊണ്ടെന്ന ഇതിന്റെ പിതാവാരാന്നുള്ളിൽ വരെ ഇവർ വിശദീകരിച്ചു കൊടുത്ത് വൈരുദ്ധ്യങ്ങളാണ്. ചെറിയ മുണ്ടാണെന്ന് അവർക്ക് പറഞ്ഞിട്ടൊടുക്കി. ചില ആളുകൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് അതൊക്കെ നിങ്ങളൊക്കെ അല്ലേ ഇത് പറയുന്നത്? എന്നാൽ അത് ശിർക്കല്ലാന്ന് ചെറിയ മണ്ടം പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ? അദ്ദേഹത്തെ തെറ്റാണോ? ഈ തൗഹീദിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ തെറ്റുപറ്റി എന്നാണോ? തെറ്റ് ആർക്ക് പറ്റിയാലും പറ്റി എന്ന് പറയാൻ പഠിച്ചവരാണ്, പഠിപ്പിക്കപ്പെട്ടവരാണ് മുജാഹിദുകൾ. ചെറിയ മുണ്ടമാനും ഈ ഭൗതികമായ കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന വാദം ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് അനീഫ് കായക്കോടിന്റെ ഗവേഷണം. പിന്നെ അബ്ദുറഹ്മാൻ സൽഫി പറയുന്നിട്ടോളി അദ്ദേഹം എവിടെയും പറഞ്ഞത് ജബ്ബാർ മൗലവിയാണ് ഇത് കൊണ്ടെന്നാള്. അതുകൊണ്ട് അദ്ദേഹത്തോടാണ് സംവാദം. അങ്ങനെയാണെങ്കിൽ ചെറിയ മുണ്ടത്തോടാണ് സംവാദം വേണ്ടത്. സംവാദത്തിന് എനിക്ക് കഴിയൂല, ഞാൻ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ദീനും ദൈവത്തും തെളിവും പ്രമാണൊക്കെ കൂടെണ്ടായിരുന്ന കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ ചില പണിയെടുക്കണ കണ്ടിട്ട് നിങ്ങൾ എന്നെ സംവാദത്തിന് വിളിച്ചാലോ? എന്റെ കയ്യിൽ തെളിവില്ല പ്രമാണമില്ല എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ പിന്നെ വിടും.
ആരാത് കൊണ്ടുവന്നത്? ചെറിയ മുണ്ടാണെന്ന് ആര്? അനീഫ് കായക്കൊടി. ഇത് തുടങ്ങിയത് ആരാന്ന് അബ്ദുറഹ്മാൻ സൽഫി പറയട്ടെ. കേരളത്തിൽ ഈ ഫിത്തിനക്ക് വിത്തിട്ട അബ്ദുൽ ജബ്ബാർ മൗലവി, കേരളത്തിൽ ഈ ഫിത്തിനക്ക് വിത്തിട്ട അബ്ദുൽ ജബ്ബാർ മൗലവി അൽ-ഇസ്ലാഹി മാസികയിൽ എഴുതിയതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് യാ ഇബാദല്ല അഅ്യൂനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ടല്ല ഞാനിത് എഴുതിയത് എന്നാണ്. കേട്ടോ? അപ്പൊ ഇവിടെ ആരാത് തുടങ്ങിയത്? ആരാത് കൊണ്ടുവന്നത്? അവിടെ തന്നെ തർക്കം. ഇതിന് മൂന്നാമത് അനസ് മൗലവിന്റെ ഒരു വിശദീകരണം ഉണ്ട്. എന്താ അറിയോ? അത് ചെറിയ മുണ്ടം കൊണ്ടുവന്ന് പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ചാരപ്പണി എടുത്തു, മടൂരി വിഭാഗത്തിന്റെ പോട്ട് പോയിട്ട് അത് വാങ്ങിക്കൊണ്ടെന്നതാണ്. എങ്ങനെയുണ്ട് ജമ്മ്? സുഹൃത്തുക്കളെ, ഇത് തുടക്കത്തിൽ യഥാർത്ഥത്തിൽ എന്താ അറിയോ? ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. വീട്ടിൽ നിന്ന് മക്കളെ പുറത്താക്കിയ വാപ്പാരും ഇതിന്റെ പേരിൽ സഹപ്രവർത്തകരെ കാണുമ്പോ സലാം പറയാത്തവരൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കോളി. എന്തറിയോ? ഇത് കേവലമായ ഒരു അജണ്ടയാണ്. ഞാനിവിടെ ഒരു ചാരപ്പണിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞില്ലേ? നാസർ സുല്ലമി വരെ എത്തുന്ന പരമ്പരയാണത്. പത്രസമ്മേളനം നടത്തി മുജാഹിദ് സമ്മേളനത്തിൽ വന്ന ഒരാളെ ഞാൻ കേട്ടത് നാസർ സുല്ലമിനെ മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ കാലം അയാളെ കണ്ടില്ല, അല്ലെ? പിന്നെ അയാളിതാ ദഅവത്ത്, ഇബാദത്ത്, ദുആ, ഇസ്തിഗാസ, ഈ മസ്അലൊന്നായിട്ട് ഇയാള് അങ്ങാടിയിൽ ആരും കണ്ടിട്ടില്ലല്ലോ. ഏറ് കിട്ടുന്നിടത്ത് കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇയാളെ വേദി ആരെങ്കിലും കയ്യേറിയത് കണ്ടിട്ടുണ്ടോ? ഇയാളുമായി ബന്ധപ്പെട്ട് എവിടെങ്കിലും നാട്ടില് ഇയാൾ തൗഹീദ് പ്രസംഗിച്ച കണ്ടിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നു. അബ്ദുറഹ്മാൻ സൽഫിക്ക് അങ്ങനത്തെ ഒരാൾ ആവശ്യം ഉണ്ടായിരുന്നു. ആരെയും ഉപയോഗപ്പെടുത്തി. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു, 2006 മുതൽ അദ്ദേഹം മനസ്സിന്റെ ഉള്ളിൽ അതൃപ്തിയുമായി പോവുകയാണ്. എന്താ കാരണം? ഈ മുന്നേറ്റം ഉണ്ടാക്കിയത് ഞാനാ, ഈ മുന്നേറ്റത്തെ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാ, മടുവരികളെ മൂലക്കിരുത്തിയത് ഞാനാ. എന്നിട്ടിപ്പോ സക്കരിയും കൂട്ടരും ഇങ്ങനെ സംവാദമായിട്ട് പോവുക. അപ്പുറത്തോ ഹനീഫ് അനസൊക്കെ അവര് മുഖാമുഖമായിട്ട് പോവുക. ഇപ്പുറത്ത് സലീമും അഷ്റഫൊക്കെ സംഘടനയായിട്ടും പോവുക, അല്ലെ? ഒരു കൂട്ടര് സംവാദം, ഒരു കൂട്ടര് സംഘടന, ഒരു കൂട്ടര് മുഖാമുഖം. ഞാൻ എവിടെ ഇല്ലല്ലോ എന്നാ. കൽബിന്റെ ഉള്ളിലുള്ളത് എങ്ങനെ നിങ്ങൾ പറയാന്നാ? ചെവിയിൽ വിളിച്ച് പറഞ്ഞാ പിന്നെ ഞാൻ എന്താ കാട്ടുക? എന്നോട് മാത്രം പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ വേറെ ആളുകൾ ഇത് സമാനമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യാ? അപ്പൊ അയിന്നുണ്ടായ കോംപ്ലക്സ് തീർക്കാൻ ഇത് പറഞ്ഞ് നിങ്ങളെടുത്തേക്ക് വന്നാൽ തീ കിട്ടൂല. അപ്പൊ ആദ്യം എന്ത് നോക്കിയറിയോ? ആദ്യം റുഖിയ ശറയ്യ വെച്ചിട്ട് കുറെ പൊലിപ്പിച്ചു നോക്കി. അതിന് ഏറ്റവും മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് പുളിക്കെന്നുള്ള കാര്യങ്ങളാണ്. പുളിക്കൽ നടന്ന ചില വിഷയങ്ങൾ ഊതി വീർപ്പിച്ച് സ്വകാര്യമായും പരസ്യമായും ചില ആളുകൾ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി, അല്ലേ? അതിമ നടക്കാത്തൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ജിന്നി വിവാദത്തിൽ ഇസ്തിആനത്തുൽ ജിന്ന് എടുത്തിട്ടത്. ആദ്യം പറഞ്ഞത് എന്താ? അങ്ങനെ നമ്മളെ പണ്ഡിതന്മാര് ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ടെന്നോ പ്രചരിപ്പിക്കുന്നുണ്ടോന്നൊന്നും നമ്മൾ പറയണില്ല എന്നാ. അപ്പൊ പറയണതോ ശരിക്ക് കേൾക്കണം. ആദ്യം പറഞ്ഞത് ഇങ്ങനെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ശിർക്ക് പ്രചരിപ്പിക്കുന്നുണ്ടെന്നൊന്നും നമ്മൾ പറയണില്ല എന്നാ. ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി അനീഫ് കായക്കൊടി ഇത് പറഞ്ഞു തരും. നമുക്ക് ചോദിക്കാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരോട് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അത് ശിർക്കാണെന്ന് പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാം. അത് സമൂഹത്തിൽ നമ്മുടെ പ്രവർത്തകരിടയിൽ അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം. അത് ചെയ്യും വേണം. പക്ഷേ അങ്ങനെയുള്ള അത് പറയാത്തോടത്തോളം കാലം ആ പണ്ഡിതന്മാർ അത് ശിർക്കല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് പറയാൻ അവിടെ ഒരു ന്യായമുണ്ടോ? അവർ പറഞ്ഞ കാര്യം തെറ്റായിരിക്കാം. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ബോധ്യപ്പെടുത്താം. ഓക്കെ, അവർ പറഞ്ഞത് തെറ്റാണ്, പ്രമാണങ്ങൾ അങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് പ്രവർത്തകരുടെ ഇടയിൽ ആ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എനിക്ക് വിഷയത്തിലുണ്ടായ ഒരു ആശയം. കുഴപ്പം. സഹോദരന്മാരെ, നമ്മളൊന്ന് ആത്മാർത്ഥ ആലോചിച്ചു. ഈ പറഞ്ഞ വാചകം ആരെ അനുകൂലിക്കുന്നതാണ്? ഈ പറഞ്ഞ വാചകം ആരുടെ പ്രവർത്തനത്തിന് ബലമേകുന്നതാണ്? ഈ പറഞ്ഞ വാചകം ആരുടെ പ്രബോധന പ്രവർത്തനത്തിന് ശക്തിയേകുന്നതാണ്? മുജാഹിദികളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതാണോ, അതല്ല മുജാഹിദികളുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതാണോ? ശിർക്കിന്റെ ശക്തികൾക്ക് ശക്തി നൽകുന്നതാണോ, അതല്ല തൗഹീദിന്റെ ശക്തികൾക്ക് ശക്തി നൽകുന്നതാണോ? ഒരു സംശയമില്ലല്ലോ, ശിർക്കിന്റെ ശക്തികളാണ് അത് ഉപയോഗപ്പെടുത്തുക എന്ന കാര്യത്തിൽ, ശിർക്കിന്റെ ശക്തികളാണ് അത് പിന്തുണക്കുക എന്ന കാര്യത്തിൽ.
ഇവിടെ ഇത് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. പ്രചരിപ്പിക്കാണെന്ന് പറയണില്ല എന്നാ, അതല്ലെങ്കിൽ അങ്ങനത്തെ പ്രചാരണം നമ്മൾ ഉദ്ദേശിക്കണില്ല എന്നാ. ഇതെന്താ അറിയോ, ഈ അജണ്ട ശരിക്കും എനിക്കറിയാം, സംഘടനാ ബോഡിക്കുള്ളിൽ നിന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന പോലെ ഇത് പലർക്കും മനസ്സിലാവില്ല. ഇത് റുഖിയ ശരയിലുമേ അടിച്ചിറക്കലുമേ എന്താ പറയാ ചൂടിലോ ഒഴിക്കണീമേ മേശവലിപ്പൊന്ന് മാനേജ് ചെയ്തിട്ട് സംഘടന ഇങ്ങോട്ട് കൈക്കാക്കിയിട്ട് പോകാതെ വിചാരിച്ച. പക്ഷേ ഒമാനായ CP സലീമിനെ പോലുള്ള ആളുകൾ സംഘടനന്റെ വേദിക്കായിട്ട് അടിക്കാൻ തുടങ്ങി, വേറെ പലരും അല്ലാത്തവർക്ക് ചെയ്യാൻ തുടങ്ങി, ബൈലക്സ് ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എന്ത് കണ്ടാൽ അതിന്റെ മറുപടി വരാൻ തുടങ്ങി, ഫേസ്ബുക്കിൽ അറ്റാക്ക് തുടങ്ങി. അപ്പൊ സംഭവം കൈവിട്ടുപോയി, കയ്യിന്ന് പോയി. ഇനി ഒറ്റ പണിയുള്ളൂ, കഴിഞ്ഞ പ്രസംഗത്ത് പറഞ്ഞ പോലെ എന്താ ജപ്പാനിലെ ആറ്റം ബോംബ് ആണ് പൊട്ടി. ആ ആറ്റം ബോംബാണെന്ത് ജിന്നിനോടുള്ള സ്ഥാനത്ത്. നമ്മളങ്ങനെ ശിർക്കീനുണ്ടോന്നൊന്നും പറഞ്ഞില്ല. കൈവിട്ട് പോയപ്പോ ഇതാ ജപ്പാൻ മോനെ കുറിച്ച് പറഞ്ഞെന്താ തന്നെ അദ്ദേഹത്തിന് വാദമുണ്ട്. തേങ്ങ തേടാണ് ജപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. തേടാന്ന് വാദമുണ്ടോ ശരിക്കും തേടാനുള്ള വാദം, ശരിക്കും തേടാൻ തന്നെ വാദം. അപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞതോ, നേരത്തെ അല്ല മുമ്പ് പറഞ്ഞതോ, അതിന്റെ സ്ഥിതി എന്താ? ഇനി അതുകൊണ്ട് തീർന്നിട്ടില്ല. ജപ്പാൻ പോലും ആരറിയോ, മക്കയിലെ പണ്ട് വിഗ്രഹാരാധന കൊണ്ടുവന്ന ആർപ്പോലത്തെ ആളാണ് അക്കടിക്കും. ജപ്പാൻ മൗലവിയെ സംബന്ധിച്ച് പറഞ്ഞു വേണ്ട എളുപ്പണ്ട, എല്ലാവർക്കും അറിയണം. വിഗ്രഹാരാധകനെ പോലെയാണ്, അല്ലെങ്കിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന ആളെ സ്ഥാനത്താണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോ നേരത്തെ പറഞ്ഞതോ, ഇതോരോന്നിങ്ങനെ ഓരോ ദിവസം കൂടുമ്പോഴും സംഗതി കയ്യിന്ന് പോയപ്പോ പറഞ്ഞു പോയതാ. പക്ഷേ ഇവിടുന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോ കുട്ടികളെ മുന്നിൽ എത്തിയപ്പോ എന്താ അറിയോ, തിരുവനന്തപുരത്ത് ഏരിയയിലുള്ള കുട്ടികളൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് അടുത്ത കാലത്ത് വന്നവരാ. ഒരു അമ്മയിരുന്ന അത്ര തെർബിയത്ത് ക്ലാസ്സിലും തെസ്കിയത്ത് ക്ലാസ്സിലൊന്നും ഇരുന്നിട്ടുണ്ടാവില്ല. ഒരു തലമ്മ അല്ലേ പിന്നെ ഏറുകെട്ടിയും അതേപോലെ തന്നെ ഭീമാപ്പള്ളിന്റെ പരിസരത്തും അല്ലാത്ത സ്ഥലത്തും വയറിനെ ചവിട്ടി കിട്ടിയൊക്കെ അതൊക്കെ സഹിച്ചു പോകുന്നവരാ. ഈ വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോ ചോദ്യം തുടങ്ങി തലങ്ങും ചോദ്യം തുടങ്ങിയപ്പോ മൈക്ക് പിടിച്ച് ഓരോരുത്തർ പ്രസംഗിക്കലും വേറൊരുത്തൻ പിന്നെ സത്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോ സംഗതി അവർക്ക് കൈസലാകാൻ വേണ്ടി അരിഫായി കൂടി പറഞ്ഞെന്താ അറിയോ, വിഗ്രഹാരാധകന്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വിഗ്രഹാരാധകനെ പോലെ എന്നിട്ട് ഒഴിവാക്കാനൊരു വാചകവും ഞാനിങ്ങനെ പറഞ്ഞിട്ട് നീട്ടി വലിക്കണ്ട. ഞാൻ ഒരാളെ 4 കാലുള്ള വരയ്ക്കുന്ന ഒരു ജീവിന്റെ പേര് വെച്ചിട്ട് ഞാൻ നീട്ടി വലിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അപ്പൊ അതൊക്കെ എന്തായാലും ക്ലിപ്പ് മുറിക്കുന്ന ആളുകൾക്ക് ആ ക്ലിപ്പ് മുറിക്കുമ്പോ ക്ലിപ്പാകാതിരിക്കാനുള്ള ടെക്നിക്കുകൾ എല്ലാവർക്കും തിരിയും. അതൊന്നും നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. സുഹൃത്തുക്കളെ, ഇതൊക്കെ എത്ര തവണ കേരളത്തിലിട്ടു, ഈ പൊടിക്കൽ തന്നെ എത്ര തവണ കേട്ടു. എന്താണ് ഇതിനുള്ള മറുപടി? അവസാനം തേടാമെന്ന വാദമില്ല, പ്രാർത്ഥിക്കാമെന്നുള്ള വാദമില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ച് നോക്കിയത് ഈ പറഞ്ഞ ആളെന്നെ. ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം എന്ന് നമ്മൾ പറയുന്നില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം നമ്മൾ പറയുന്നില്ല. ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായിക്കണം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്ക് സന്താനം തരണേ, ജിന്നെ എനിക്ക് കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം വരാനില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും വേണം എന്ന വാദവും സക്കരിയ സലാഹിയില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. കണ്ടോ? അപ്പൊ അവിടെയും ആ വാദം അദ്ദേഹത്തിന് ഇല്ലാന്ന് പറയുന്നില്ല.
മുന്നിലുള്ള ജിന്നിനോട് തേടാമെന്ന വാദം അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയണില്ല. എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് പോവുക. ഈ വാദം അനസിനുള്ളല്ലോ. ഉണ്ടോ? ഈ വാദം അനസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ലല്ലോ. അനസ് മൗലവിന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്താ മുമ്പ് പറഞ്ഞേ? അങ്ങനെ ബലം പിടിച്ച് മസുലടിച്ച് എനിക്കതാണ് ശിർക്കാക്കാനൊന്നും കഴിയൂല. ബലം പിടിച്ച് മസുല് പിടിച്ച് ശിർക്കാക്കാനൊന്നും കഴിയൂല, എനിക്ക് ഖുർആനിൽ നോക്കണം, ഹദീസിൽ നോക്കണം എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചത്. ഇപ്പൊ ഇവർക്ക് ഖുർആനിലും ഹദീസിലും നോക്കണ്ട. പണ്ടാണ് ഇയാൾക്ക് നോക്കേണ്ടിരുന്നത്. പണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അനസ് മൗലവി. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഒന്നും നോക്കേണ്ടി വരില്ല. ഇപ്പൊ ബലം പിടിക്കുക, മസുൽ പിടിക്കുക, ഗ്യാസ് എടുക്കുക ഒക്കെ ചെയ്യാം. ആയിക്കോട്ടെ, നിങ്ങൾ ബലം പിടിച്ചോളി, മസുൽ എടുത്തോളിയും, ഗ്യാസ് എടുത്തോളി. നിങ്ങളെ ബലവും നിങ്ങളെ മസുലും നിങ്ങളെ ഗ്യാസും പിടിച്ച് അങ്ങനെ നടക്കാം. 10 കൊല്ലം മടൂരി ഭാഗം ബലം പിടിച്ചിട്ട് മസുൽ എടുത്തിട്ട് ഗ്യാസ് എടുത്തിട്ട് എന്ത് നടന്നോ അതന്നെ നടക്കും. അത്രയും കേട്ടിണ്ടാവില്ല. ഞാനെന്റെ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു, യദുവത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് പാര കോടതി ഭാഷയിൽ മറുപടി പറയണം. ഈ ടീപ്പിനോടുള്ള സ്നേഹത്തിൽ പറയുകയാണെങ്കിൽ നമുക്കൊക്കെ പറയാം. പക്ഷേ കോടതി പറഞ്ഞ അനുസരിച്ച് പറഞ്ഞ ടീപ്പി അല്ല. ആരായിരുന്നു 4 ദിവസം വരെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന പേരിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്ന സാധനത്തിന്റെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്ത് ബരീർ അസ്ലം പ്ലാറ്റ്ഫോം വിട്ടത്? എന്തുകൊണ്ടാ വിട്ടത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി, കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആയുസ് എത്ര ഉണ്ടാവുന്ന വളരെ ക്ലിയറാ. ഇങ്ങനെ പോയപ്പോ സാധാരണക്കാരായ പ്രവർത്തകർ സഹിക്കാൻ തുടങ്ങി. എന്ത്? ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്നുള്ളത് സക്കരിയാന്റെ പുതിയ വാദമല്ലല്ലോ. അതുകൊണ്ട് ചെറിയ മുണ്ട എഴുതിയിട്ടുണ്ടല്ലോ. പുസ്തകത്ത് വായിക്കാൻ തുടങ്ങിയപ്പോ ചെറിയ മുണ്ടത്ത് ആരും ന്യായീകരിച്ചിട്ടില്ല എന്നാ ആര് പറഞ്ഞറിയൂ? ചെറിയ മുണ്ടത്ത് ആരും ന്യായീകരിച്ചിട്ടില്ല. ആര് പറഞ്ഞതാ? അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞ കേൾക്കിങ്ങള്. ചെറിയ മുണ്ടത്തിന് നമ്മൾ അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചിട്ടില്ല. ഒച്ചൊന്നും പറയണ്ട. എവിടെ പറഞ്ഞാലും ശബാബിലല്ല, വേറെ എവിടെ പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു വാദമല്ല, അംഗീകരിക്കില്ല. യഥാർത്ഥത്തിൽ ഇതൊന്നും നോക്കിയിട്ടല്ല ഈ പണിയും കൊണ്ട് ഇറങ്ങിയത്. ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കല് ശിർക്കാണ്, ഒക്കെ ശിർക്കാണെന്ന് പറയണം. ദോറിയിൽ തീരുമാനിച്ചതൊക്കെ അവിടെ വെച്ചാല്, ഫൈസൽ മൗലവി ഹനീഫ് കായ്ക്കോടൊക്കെ തീരുമാനിച്ചവിടെ വെച്ചാല് എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കുമ്പോൾ ചെറിയ കൊണ്ട് എഴുതിയൊന്നും ശ്രദ്ധയിലില്ല. അപ്പോ അത് ന്യായീകരിച്ചത് ആരൊക്കെ നോക്കാൻ മൂപ്പർക്ക് നേരം കിട്ടിയിട്ടില്ല. മൂപ്പര് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ബഹുമാനായ എപിനോട് പിണങ്ങിയിട്ട് പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മൂപ്പർ പോയിരുന്നില്ല. ചിലപ്പോ പറയും, ഞാൻ ഈ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാനത് ഏറ്റെടുക്കാതെ മാറി നിന്നിട്ട് അവസാനം നിർബന്ധിച്ചതാണ്. നിർബന്ധിക്കൽ നിങ്ങളെ പിന്നെ നിങ്ങളെ പേരിൽ ഈ തീരുമാനം എടുത്ത കമ്മിറ്റി വന്നം തന്നെ നിർബന്ധിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇടക്കാലത്തൊരു നിർബന്ധിക്കൽ എന്താ? ദാവത്തിന്റെ വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ആ വകുപ്പ് തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം നടക്കുകയായിരുന്നു. അദ്ദേഹം ഡീംഡ് യൂണിവേഴ്സിറ്റിന്റെ ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് കാണാത്തത് ഈ കാര്യം ന്യായീകരിച്ചത്. ആരാ ന്യായീകരിച്ചതെന്നറിയോ? ആരാ ന്യായീകരിച്ചത് സാക്ഷാൽ അൻസ് മൗലവി. ഒരു ഇസ്ലാം ഒരു കയ്യിലും അതേപോലെ തന്നെ ബഹുമാനനായ ചെറിയ മുണ്ടത്തിന്റെ ബുക്ക് മറ്റേ കയ്യിലും വെച്ചാ ന്യായീകരിച്ചത്. ചെറിയൊരു ഭാഗം നിങ്ങൾ കണ്ടോളൂ. മൗലവിയെ കാണിച്ചെന്നില്ല. കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാമിൽ എഴുതി 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാം 42ാമത്തെ പേജ്. ഇങ്ങനെ ഇതിന് പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാതെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. പത്രാധിപ സമിതി ഹുസൈൻ സലഫി, ഡോക്ടർ KK സക്കരിയ സലാമി, ഈ അബ്ദുൽ ജബ്ബാർ മൗലവി, MP ഖാദർ കരുവമ്പുരി, ഷാഫി സലാഹി ചങ്ങലേരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അമിയ ഒതുക്കുമൽ. 42ാമത്തെ പേജ്. സദോക്ഷരത്തെ ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് അഭൗതിക മാർഗത്തിലുള്ള സഹകാരത്തിൽ ശിർക്കാണ്. അതോ 22 ക്യാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 ക്യാരറ്റ് ശിർക്കണ ഇവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ദാവൂദ് യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ 22 വേണ്ട, അതെല്ലാവർക്കും അറിയാം. ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. എന്താ അറിയോ സുഹൃത്തുക്കളെ? വാപ്പ മോനെ പുറത്താക്കിയെങ്കിൽ പുറത്താക്കിയ വാപ്പ ശരിക്കാലോചിച്ചോളി. കല്യാണക്കാലോചൊക്കെ റെഡിയായതിന്റെ ശേഷം അവൻ ജിന്നൂരിയാണ് അല്ലേ? നിങ്ങൾക്ക് അറിയോ, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഒഴിക്കാൻ പലതുമുണ്ട്.
CD ടവറിന്റെ കച്ചവടം തൊട്ട് CD ടവറിന്റെ ഷെയർ തൊട്ട് കുറെ ഉണ്ട്. ഞങ്ങൾ അങ്ങനത്തെ നമുക്ക് വല്ലാതെ വരാത്തത് എന്തുകൊണ്ടറിയോ? അതൊക്കെ വ്യക്തികളെ പരാമർശിക്കണ പല കാര്യത്തിലുണ്ട്. അതുകൊണ്ട് നിർബന്ധമായാൽ മാത്രമേ അങ്ങനത്തെ വസ്തുക്ക് പലപ്പോഴും വരലുള്ളൂ. ഞങ്ങളെ അമല് പേടിച്ചിട്ട് പലപ്പോഴും അങ്ങനത്തെ പറയാത്തതില്ല. അത് ദൗർബല്യമായി ആരും കാണണ്ട, അത് ദൗർബല്യമായി ആരും കാണണ്ട എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് പ്രവർത്തകരെ മുന്നിൽ കുടുങ്ങിയപ്പോ ചെറിയ മുണ്ടത്തൊന്നും ആരും ന്യായീകരിച്ചിട്ടില്ല. പത്തുമല്ല അനസ് മൗലവി അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മുപ്പരെ ഫോർച്യൂണർ കാറില് പുളിക്കലും എടവണ്ണിയും മലപ്പുറത്തും വന്ന് എന്തിനാണോ ഈ പുസ്തകം എടുത്തത് ന്യായീകരിക്കാനാ. ഈ പുസ്തകം എടുത്ത് നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്ന കാര്യത്തെ ന്യായീകരിക്കാനാ. അദ്ദേഹത്തിന് പെട്രോളിന്റെ കൂലി ആൾക്കാർ കൊടുത്തതും വേദി കെട്ടിക്കൊടുത്തതും ഈ ശിർക്കിനെ ന്യായീകരിക്കാനാ. എന്നിട്ട് ശിർക്കിനെ ന്യായീകരിച്ചിട്ടില്ലാന്നോ? എന്നിട്ടൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ശിർക്കാകുക. എന്തേ പുതിയ വല്ല വഹിയും വന്നു നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ആ വഹീന്റെ കോപ്പി ഞങ്ങൾക്കും വേണം. അവസാനം എന്ത് ചെയ്തു? നിങ്ങള് ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവിയെ പിടിച്ചു പുറത്താക്കി. അബ്ദുൽ ജബ്ബാർ മൗലവിയെ പിടിച്ചു പുറത്താക്കി. സക്കരിയ സ്വലാഹി അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ നന്മ വിചാരിച്ച്, പ്രസ്ഥാനം തമ്മിലടിച്ച് തളർന്ന് ഈ ഒരു അവസ്ഥയ്ക്ക് പോകരുതെന്ന് വിചാരിച്ച് അദ്ദേഹം മനസ്സിൽ അദ്ദേഹത്തിന് നിലപാട് സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരുപാട് എതിർത്തും പ്രതിഷേധിച്ചും എന്നതിന്റെ ശേഷം ബഹുമാനനായ പിന്നെ സക്കരിയ മൗലവി എന്ത് ചെയ്തു? ഒപ്പിട്ടെടുത്തു. എന്തിനാ ഒപ്പിട്ടെടുത്തത്? ഈ പ്രസ്ഥാനം പിളരരുത്, ഇത് തകരരുത്, ഇതിനൊന്നും സംഭവിക്കരുത് എന്ന നിലക്ക് അദ്ദേഹം ഒപ്പിട്ടെടുത്തു. ഒപ്പിട്ട് കൊടുത്തിയുമ്പോ കാര്യം എന്നിട്ട് വർത്താനം പറയാൻ തുടങ്ങുന്നത് വേറെ കാര്യം. ഇരിക്കട്ടെ. അപ്പൊ എന്തായി? സക്കരിയ സ്വലായും ഫ്രീ ആയി. ഇനിയിപ്പോ ജബ്ബാർ മോലിനെയോ മൂപ്പരതിന്റെ പുറത്തായി. ശരിക്ക് കേൾക്കാൻ ഞാൻ പറയണേ, ജബ്ബാർ മോലിനെ അപ്പോഴത്തിനെ പിടിച്ച് പുറത്താക്കിയാണ്. അപ്പൊ ഞാൻ എന്താ കാട്ടുക? ജബ്ബാർ മോലി പുറത്തായില്ലേ? ഇനിയിപ്പോ എന്താന്ന് പ്രവർത്തകർ ചോദിച്ചപ്പോ ഷാഫി സ്വലാഹി അങ്ങനെ ഒരു യോഗത്തിൽ പറഞ്ഞിരുന്നു. അനിഫിയോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കി. നേരെ മറിച്ച് അതല്ലാത്തതാണ് ജബ്ബാർ മൗലവിയുടെ വാദം. ഇനി ജബ്ബാർ മൗലവി നമ്മൾ പുറത്താക്കിയില്ലേ, അതോടുകൂടി തീർന്നില്ലേ? ഇല്ല. ആ വാദം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് ആ പേര് പറയേണ്ട ആവശ്യമില്ല. പറയണോ? പറയാം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് മഞ്ചേരിയിൽ നടന്ന ദാരിമാരുടെ യോഗം, ആ യോഗത്തിൽ വെച്ച് ഷാഫി സലാഹി പറഞ്ഞു, ഞാൻ എന്റെ അത് ശിർക്കല്ല എന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആ വാദത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ഷാഫി സലാഹി പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കണ്ട, ഞങ്ങൾക്കൊക്കെ അറിയാം. ഇത് പണ്ടേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു വരുന്ന കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥനയുടെ നിർവചനം മുമ്പേ പറഞ്ഞു പോന്നിട്ടുണ്ട്. ആ നിർവചനം ജനങ്ങളെ എഴുതി പഠിപ്പിക്കുകയും പ്രസംഗിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഷാഫി സലാഹി അത് പറയും. എന്നിട്ട് ഷാഫി സലാഹി പറഞ്ഞിട്ട് അദ്ദേഹത്തെ മുൻനിർത്തിയിട്ട് അടുത്ത അറ്റാക്ക്. കാരണം സക്കരിയ സലാഹിന് ഇനി പറയാൻ വകുപ്പില്ല. മൂപ്പർ ഒപ്പിട്ടല്ലോ. മൂപ്പർ ഒപ്പിട്ട സ്ഥിതിക്ക് പറയാൻ വകുപ്പില്ല. ഇവിടെ ഈ ഒരു സ്പേസ് വെച്ചിട്ട് ഷാഫി സലാഹിനെ അറ്റാക്ക് ചെയ്ത് പോരാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഗൾഫിലൊക്കെ ആ പേരും പറഞ്ഞിട്ടാ പോയത് പലപ്പോഴും പല ഘട്ടങ്ങളിലായി. ഞാൻ അത്രയും നേരം പറഞ്ഞതിന്റെ ചുരുക്കം എന്താ അറിയോ സുഹൃത്തുക്കളെ? ഇതിന്റെ കെമിസ്ട്രി നമുക്ക് മനസ്സിലായിട്ടില്ല, ഇതിന്റെ രസതന്ത്രം നമുക്ക് മനസ്സിലായിട്ടില്ല. സാധാരണ ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരുത്തെങ്ങനെ നിൽക്കുക, അപ്പൊ ഓനിങ്ങനെ ഒരു ഹരം, ഒരാളവിടെ ഇങ്ങനെ വരലിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഓന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചേ, ഇപ്പൊ ചിരിക്കും ഒരു ഒച്ച ഉണ്ടല്ലോ. ഉണ്ട്. ആ ഒച്ച ഒലക്കമെന്നാണോ വരലുമെന്നാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഓനൊരു സംശയം, ഇപ്പൊ ഒലക്കമെന്നാണോ വരലുമെന്നാണോ? അപ്പൊ ഒലക്കമൊക്കെ നോക്കും, വരലുമൊക്കെ നോക്കും അല്ലെ. അതിന്റെ അടുത്ത് അവിടെ വെച്ച അരി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇപ്പം വിട്ട്. അന്നത്തെ ചോറ് അങ്ങനെ ആയി. അപ്പൊ അടുത്ത ദിവസം അയാളെ തന്നെ ചെന്ന് പറ്റിച്ചാൽ തല്ലിട്ടൊന്ന് ഉറപ്പാ. കാരണം ഇന്നലെ അരി പോയത് അറിയാലോ. വേറൊരുത്തന്റെ എന്നിട്ട് അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല ഇപ്പൊ ഇരിക്കുന്നുണ്ട് ലഭിച്ചു ഇരിക്കണതേ ഒലക്കമെന്നാണോ എന്ന് വെച്ചാ, അല്ലല്ല വരലുമെന്നാണെന്ന് വെച്ചാ, അതൊരു പ്രശ്നമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് നോക്കട്ടെ. ഇയാൾ ഒലക്ക അവിടെ വെച്ചിട്ട് പിന്നെ മോന്തൊക്കെ കൊടുത്തിട്ട് ചോദിച്ചേ, ഇപ്പൊ കേട്ട വെച്ചാ കയ്യുമെന്നാണോ അതോ മോന്തമെന്നാണോ? ഇപ്പൊ അതാ നടക്കണേ. ഇപ്പൊ പണ്ട് കുറച്ച് അരിയൊക്കെ പോയി, കുറച്ച് കാരണന്മാരൊക്കെ എന്ത് ചെയ്ത് കാര്യം തന്നെ കാരണം ടി പി വർണ്ണങ്ങൾ കേട്ടോളി. ടി പി അല്ലേ പറയണേ, പിന്നെന്താ ചെയ്യാ? നമ്മുടെ പ്രസ്ഥാനത്തിൽ ചർച്ച നടന്നു. അല്ലാതെ എല്ലാത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവസാനിപ്പിക്കണമെന്ന് പറയും. നമ്മളെ അത് മുമ്പേ നടത്തിയിട്ടില്ല സർ, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കില്ല. മനസ്സിലായോ? നമ്മളത് അവസാനിപ്പിക്കണ്ടല്ല. എവിടെയാണ് ഈ ചർച്ച നടന്നത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 1.5 കൊല്ലമായി കേരളത്തിൽ ആവർത്തിച്ച് ചോദിക്കണേ. ഹനീഫ് കായക്കൊടി ഇനി വരുമെങ്കിൽ, അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടുമെങ്കിൽ
അബ്ദുറഹ്മാൻ സൽഫി അങ്ങനെ അവസാനത്തെ ചോദ്യത്തിന്റെ ആളായി നിൽക്കണ്ട, മുന്നിക്ക് വരിങ്ങള് വിശദീകരണേ, സംഭവത്തിന് നിങ്ങൾ വരൂല, അതിന് നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് എന്താ പറ്റാത്തതെന്നുള്ളത് നിങ്ങളെ കൂടെ ഉറങ്ങി നിങ്ങളെ കൂടെ കടന്നുക്കളെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് അറിയും. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷത്തിന് അറിയില്ല. അല്ലേ, നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ ഓനൊക്കെ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സ്നേഹവും. നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി എന്നും ദുആ ചെയ്യലുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പറയാണ്, ക്ലിയർ ചെയ്ത് പറയാണ് സുഹൃത്തുക്കളെ, ഇപ്പൊ നടക്കണം എന്താ അറിയോ? ഇതാണ് മോന്തൊക്കെ തന്നെ കൊടുത്തിട്ട് കയ്യുമെന്നാണോ മോന്തമെന്നാണോ എന്നാ. അതുകൊണ്ടാ പലപ്പോഴും പലജാതി പ്രചാരണങ്ങൾ അയച്ചുവിടേണ്ടി വരുന്നത്. ദീനിനെ പറ്റിയും അതേപോലെ തന്നെ ഹുസൈൻ സൽഫിയെ പറ്റിയും ഫൈസൽ മൗലവിയെ പറ്റിയൊക്കെ. ഫൈസൽ മൗലവിക്ക് പരിക്ക് പറ്റിയിട്ട് വാരിയലിനാണോ അതിന്റെ ഉള്ളിലാണോ തർക്കുന്ന കഴിഞ്ഞൊരു മസ്തല, മനസ്സിലായതാ? ഫൈസൽ മൗലവിക്ക് പരിക്ക് പറ്റിയത് വാരിയലിനാണോ അതല്ല അതിന്റെ ഉള്ളിലുള്ള വേറെ ഏതെങ്കിലും എല്ലിനാണോ? ലാബ് ടെക്നീഷ്യന്റെ പണി മൂപ്പർക്ക് അറിയാമെന്ന് മൂപ്പര് തെളിയിച്ചു കഴിഞ്ഞാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫൈസൽ മൗലവിന്റെ വാരിയെല്ലും ഊരെയൊക്കെ നേരെയൊക്കെ ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങൾ ഇതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട, മൂപ്പര് നമ്മൾ നോക്കിക്കോളും. നിങ്ങളത് നോക്കിക്കാളി, അന്നല്ലേ. നിങ്ങളതിപ്പോ വളരെ അപകടത്തിലാണ് മൊത്തത്തിലെല്ലാ കാര്യവും. അതുകൊണ്ട് അത് നോക്കി നല്ലവർക്ക് നടത്തിക്കാളി എന്ന് മാത്രമേ യഥാർത്ഥത്തിൽ പറയാനുള്ളൂ. പിന്നെന്താ അറിയോ? പിന്നെ മൂപ്പര് പറഞ്ഞത് എനിക്ക് ഈ വിശ്വാസം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നാ. ഏത്? ഒരു അഭിപ്രായമുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞെന്തറിയോ? അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു കാലത്തും ഇതിനെ ന്യായീകരിച്ചിട്ടില്ല എന്നാ. അനസ് മൗലവി ന്യായീകരിച്ച ക്ലിപ്സ് നമ്മൾ കണ്ടു. നന്ദിപ്പള്ളി ഖുറാഫികൾക്ക് കൊടുക്കാൻ പണ്ട് ഹനീഫ് കായക്കൊടി കരാർ എഴുതിയ പിന്നെ ക്ലിപ്പ് നമ്മൾ കണ്ടു. പലതും കഴിഞ്ഞ പരിപാടി കണ്ടു. ഒരു മറുപടി ഇല്ലല്ലോ. നന്ദിപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഹനീഫ് കായക്കൊടി താങ്കൾ പറഞ്ഞ വിഷയത്തിൽ എന്തു പറയാനുണ്ടെന്ന് കേരളത്തിലെ ബാലവേദി കുട്ടിയടക്കം ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മിണ്ടാത്തേ? എന്താ പറഞ്ഞിട്ട് പോരാത്തേ? പോരൂല. പോന്ന ചിലതൊക്കെ പൊളിയും, ചിലതൊക്കെ തെളിയും. ആരാണ് ഇവിടെ വാദം മാറ്റിയതെന്ന് മനസ്സിലാകും. നന്ദിപ്പള്ളിന്റെ താക്കോലി അവിടെ കെ സുന്നിയെ കേൾപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിച്ചവരുണ്ട് എന്ന് തെളിയിച്ചാൽ എന്നാ. നിങ്ങളെന്നപ്പോ തെളിയിച്ചെന്താ? നിങ്ങൾ തെളിയിച്ചത് ജബ്ബാർ മൗലവി മക്കയിലെ മറ്റേ ആളെ പോലെയാണെന്നാ. ഓക്കെ, ഞാൻ നിർത്തുന്നതിനെ സംസാരിക്കാൻ പാടില്ല, ബാങ്കുണ്ട്. സംസാരിക്കണ്ടേ നമ്മള്? ബാങ്ക് കൊടുത്തു.
അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ ഇത് ന്യായീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നന്ദിപ്പള്ളി അടക്കമുള്ളത് നമ്മൾ ഇട്ടതിന് മറുപടി വന്നിട്ടില്ല. ബഹുമാനായ ദ്രമസൽഫി പറഞ്ഞോട്ടെ. എന്റെ വായുകൊണ്ട്, കാരണം മനസ്സിലേക്ക് ഒരിക്കലും ഇത് ശിർക്കല്ലെന്ന് എന്റെ വായുകൊണ്ട്, കാരണം മനസ്സിലേക്ക് ഒരിക്കലും അങ്ങനെ ഒരു വിശ്വാസം കടന്നു വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വായു കൂടി വരാം. അങ്ങനെ വരാത്തത് കൊണ്ട് എന്റെ വായിൽ അങ്ങനെ ഒരു വാക്ക് അയാളുടെ വാദത്തെ ന്യായീകരിച്ചു വന്നിട്ടില്ല. ഒരു ക്ലിപ്പല്ല, ഇന്ന് വരെ ഞാൻ പ്രസംഗിച്ച 10,000 ക്ലിപ്പ് കൊണ്ടും തെളിയിക്കാൻ ഇത് കഴിയില്ല. 10,000 കൊണ്ടൊന്നും തെളിയിക്കണ്ട. നിങ്ങൾ ആകെ ഈ വിഷയം എവിടെയൊക്കെ പറഞ്ഞോ അവിടെയൊക്കെ നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട്. പണ്ടിപ്പോഴല്ല, പണ്ടിപ്പോൾ ഏറ്റവും ലാസ്റ്റ് 5/6/2011 മുജാഹിദ് പ്രസ്ഥാനത്തിലെ വാപ്പാനി മോനി രണ്ടാക്കാൻ, പള്ളികളിൽ കലാപം അഴിച്ചുവിടാൻ, പോലീസ് സ്റ്റേഷനിന്റെ വരാന്തയിൽ അനന്തമായി മുജാഹിദുകളെ കാത്തു നിർത്താൻ കോടതിക്കും അതേപോലെ തന്നെ വക്കീലിനും ഇനിയും ലക്ഷങ്ങൾ ഫീസ് കിട്ടാൻ നിങ്ങളുടെ കേവലമായ സ്വാർത്ഥത സംഘടനന്റെ മുമ്പിൽ നിൽക്കണമെന്ന നിങ്ങളുടെ കേവലമായ സ്വാർത്ഥത നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചുകൂട്ടിയ ഗ്രൂപ്പ് യോഗം. അതിനെപ്പറ്റി ഞങ്ങൾ പലയിടത്തും പറഞ്ഞല്ലോ. കരിവള്ളി മുഹമ്മദ് മൗലവി പേനയെടുത്തു, പേപ്പറെടുത്തു, എഴുതി കത്തുണ്ട്, സീഡിട്ടവരിലുണ്ട്. ആ കത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി പുറത്തുവിടാൻ പറ്റുമോ? അങ്ങനെ കംപ്ലൈന്റ് പോസ്റ്റ് ചെയ്തതാ. എന്നിട്ട് ഹനീഫ് കായക്കൊടി, അത് ഗ്രൂപ്പ് യോഗമല്ല, ഹനീഫ് കായക്കൊടിക്ക് യോഗം എന്താണെന്നറിയോ? ഹനീഫ് കായക്കൊടിക്ക് യോഗം എന്താണെന്നറിയോ? ആൾക്കാർ കെട്ടിക്കൊടുത്ത വേദിക്ക് മൂപ്പര് വരാത്തതിന്റെ 4-5 സാമ്പിള് കഴിഞ്ഞ പരിപാടിയില് ബഹുമാനായ ഫൈസൽ മൗലവി പറഞ്ഞിരുന്നു. മൂപ്പരങ്ങനെ വ്യക്തിപരമായി മൂപ്പര് പറയണൊന്നും മറുപടി പറയാത്ത ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് ആദർശ വിഷയം തന്നെ ഇഷ്ടം പോലെ വിശദീകരിക്കാനുള്ളതുകൊണ്ടാ. നിങ്ങൾക്ക് പറയല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ എനിക്ക് ഊരവേദന എന്ന് പറഞ്ഞാൽ മറ്റേ സ്ഥലത്ത് നിന്ന് അടുത്ത മറുപടി വരും. അതുകൊണ്ടാ. മനസ്സിലായോ? അതുകൊണ്ട് യോഗം എന്താണെന്ന് അറിയണവര് പറയട്ടെ അതിനെപ്പറ്റി. നിങ്ങൾക്ക് യോഗം എന്താണെന്ന് അറിയില്ല. ഞങ്ങള് അബ്ദുറഹ്മാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തേണ്ടത് ഗ്രൂപ്പ് യോഗം അല്ല എന്ന് പറയണ്ട. ഗ്രൂപ്പ് യോഗം എന്താണ്, ഔദ്യോഗിക യോഗം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ കുറ്റ്യാടിയിലെ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും സ്ഥലത്തെ ഒരു യൂണിറ്റിലെ ഒരു ബാലവേദിക്കുട്ടിനെ വിളിക്കുക. എപ്പോഴാണ് ഒരു യോഗം ഗ്രൂപ്പ് യോഗം ആകാന്ന് ചോദിക്കുക, പറഞ്ഞുതരും. രാത്രി 12 മണിക്ക് പോസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തകന്റെ വികാരം അറിയണം. സാധാരണ നമ്മൾ പറയുന്നുണ്ട്, പശ നഖത്തിന്റെ ഉള്ളിലായിട്ട് രാവിലെ 4 മണിക്ക് കൈ കഴുകി വൃത്തിയാക്കി മേലെ വെള്ളം പറഞ്ഞ് ഒതെടുത്ത് പള്ളിയിൽ പോകുന്ന, നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേദി കെട്ടിത്തന്ന സാധാരണക്കാരന്റെ വികാരം അറിയണം. ഹനീഫ് കായക്കൊടി, ബഹുമാനായ സലഫി, നിങ്ങൾ കരയിച്ചു 10,000 ഒരു ആർട്ടിഫിഷ്യൽ അജണ്ട കൊണ്ടുവന്നിട്ട്, മുജാഹിദുകൾക്കിടയിൽ സാങ്കല്പിക അജണ്ട കൊണ്ടുവന്നിട്ട്, വേറെ ആരുമല്ല നിങ്ങളെ കൊണ്ടുവന്നിട്ട് മൂപ്പര് പറയാം ഞാനിത് എവിടെയും ന്യായീകരിച്ചിട്ടില്ല, ഞാൻ മനസ്സിലങ്ങനെ ഒരു വിശ്വാസമല്ല. 5/6/2011 യോഗത്തിൽ എന്താ അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞത്? കഴിഞ്ഞ പ്രസംഗത്തിൽ ഞങ്ങൾ ഇട്ടിരുന്നു. ആ ക്ലിപ്പ് പുറത്തു വന്ന മുഴുവൻ യോഗങ്ങൾ ഇട്ടിരുന്നു. 2 ചെവിയിലും ഫോണും വെച്ച് ബഹുമാനായ ഹനീഫ് കായക്കൊടി, നിങ്ങളിത് കേൾക്കുന്നു, നാസർ സുല്ലമി കേൾക്കുന്നു, എഴുതി വെക്കുക. ഞാൻ പറയുന്ന പോയിന്റ് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞ കാര്യത്തെപ്പറ്റി ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞ്, അത് കൊടിയ ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞ്, അദ്ദേഹത്തിന് തേടാമെന്ന് വാദമുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞ്, അദ്ദേഹം വിഗ്രഹാരാധകനായ പിന്നെ മക്കയിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന വ്യക്തി ചെയ്ത പണിക്ക് തുല്യമായ പണി ചെയ്ത ആളാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കേണ്ട പണിയെടുത്ത ആളാണ് എന്നാണോ പറഞ്ഞത്? ആണോ? ബഹുമാനായ പണ്ഡിതൻ എഴുതി തന്ന ചോദ്യം വായിച്ച് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് പ്രവർത്തകർ നിങ്ങൾക്ക് ക്രെഡിറ്റ് തരുമ്പോൾ അദ്ദേഹം സ്വന്തം ഓയൽ കൊണ്ട് തോളിലേക്ക് ഇട്ടിട്ട് അടുത്ത ബസ്സിന് കയറി പോകുന്നതാ അല്ലേ? അദ്ദേഹം എഴുതിയ ചോദ്യത്തിന്റെ ബലത്തിൽ സംവാദങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ഞാൻ സംവാദത്തിന് നയിച്ചാളും നേതൃത്വം കൊടുത്താളൊന്നുമല്ല. ആണെങ്കിൽ ഇപ്പോ ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ലല്ലോ, അല്ലേ? ഇതൊന്നും അങ്ങനെ ചെയ്യണമെന്ന് മറുപടി പറയേണ്ടല്ല. അതുകൊണ്ടാണ് ഫൈസൽ മൗലവിക്ക് വേണ്ടി ചെറിയൊരു സൗകര്യം ചെയ്തത്. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തതുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജബ്ബാർ മൗലവി എഴുതി കൊടുത്ത ചോദ്യം ഒസങ്കടി ഓരോന്നും അറിയാം, അല്ലേ? ഓരോന്നും അറിയാം. എന്നിട്ട് ആ ജബ്ബാർ മൗലവി അദ്ദേഹം വായിച്ചെടുത്ത ഇബാറത്ത്, അർക്കത്തിട്ടെടുത്ത ഇബാറത്ത്, അതൊക്കെ ഹനീഫ് കായക്കൊടി പറയട്ടെ അല്ലാന്ന്. അപ്പൊ ഞാൻ പറയും ഏതിനൊക്കെ അർക്കത്തിട്ടെടുത്ത ഏതിനൊക്കെ ഇല്ലാത്തതെന്ന്. അർക്കത്തിട്ടെടുത്ത ഇബാറത്ത് അത് വായിച്ച് പ്രസംഗിച്ച് വിശദീകരിച്ച് നടന്നിട്ട് അദ്ദേഹം ആരോയോ മക്കയിലെ വിഗ്രഹാരാധകന് തുല്യം. ഇത് പറഞ്ഞ ആളുകൾ നേരത്തെ ഗ്രൂപ്പ് യോഗത്തിൽ എന്താ പറഞ്ഞേ? ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞത് അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്.
അതിന്റെ മലയാള വസീലത്ത് ശിർക്ക് എന്ന്. സോറി, അതിന്റെ അർത്ഥമാണ് വസീലത്ത് ശിർക്ക്. നിങ്ങൾ തിരുത്തിയതിന് നന്ദി. ഇല്ലെങ്കിൽ അടുത്ത പരിപാടിയിൽ 1.5 മണിക്കൂർ അറിയിക്കണം. വിശേഷിച്ച് അനസ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും അതായിരിക്കും, ഉറപ്പാണ്. അപ്പോ അതിന്റെ പേരാണ് അറബിയിൽ പറയാ വസീലത്ത് ശിർക്ക്. അബ്ദുറഹ്മാൻ സൽഫി പറഞ്ഞോട്ടെ, ഇത് കൃത്യമായിട്ട് ആ യോഗത്തിൽ പറഞ്ഞതാണ്. ഇവർക്ക് ആ കഴിവുള്ള കാര്യത്തിലാണെങ്കിലോ ഇവർക്കിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ ബാധ്യതകൾ ഓരോന്നോടും നിന്ന് നോക്കാൻ കുറച്ച് പോലും സൂക്ഷിക്കാൻ പറ്റുന്നവർക്ക് ഒരു ഏരിയയിൽ കാണാം. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ രേഖകൾ ഇവർക്ക് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ഇതിന്റെ കഴിവ്, ഒരു ആനയുടെ കഴിവ്. ആന നമ്മൾ ഉപയോഗിക്കുന്നില്ല, ആനിന്റെ കഴിവ് മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷേ ഇന്നും ആനുകളുള്ള ആന നമ്മൾ കാണാം, മഴ പഠിച്ച ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മഴ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നാളത്തെ ഈ നാഗരത്തിന്റെ കഴിവ് പറഞ്ഞുകൊണ്ട് ആ കഴിവ് പറ്റുമ്പോൾ ആരെയും ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. എന്നാലും അതിനർത്ഥം ഈ സഹായ ചോദ്യത്തിൽ കൊണ്ട് ചോദിക്കുന്ന അവസാനം ചോദിക്കുക ഒരു അതിനർത്ഥം അതിനർത്ഥം ഈ സഹായ ചോദ്യത്തിൽ കൊണ്ട് ചോദിക്കുന്ന അവസാനം ചോദിക്കുക അവസാനത് ശിർക്കാണ് എത്തുക. അതന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഗ്രൂപ്പ് യോഗത്തിൽ പോലും നിങ്ങൾ പറഞ്ഞതാ, അവിടെ പോലും മുജാഹിദികൾക്കെതിരെ ശിർക്കാരോപണം അജണ്ടയായിരുന്നില്ല. പിന്നെയോ ഉദ്ദേശിച്ചത്, അവിടെ അജണ്ടയാക്കാൻ ഉദ്ദേശിച്ചത് റുഖിയ ശറയ്യമ കെട്ടിത്തിരിഞ്ഞ് ചെയ്യാന്നാ. കഴിഞ്ഞതിന്റെ മുമ്പുള്ളതിന്റെ ഒക്കെ ടൈറ്റിലൊക്കെ റുഖിയ ശറയ്യ. എന്തെങ്കിലും റുഖിയ ശറയ്യമക്ക് വരാതിരുന്നത്? മുമ്പേ മുതൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ചോദിച്ച ഒരുപാട് ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ് എന്നല്ല ആ യോഗത്തിൽ നിങ്ങൾ പറഞ്ഞ്. അത് ശിർക്കാക്കാൻ പ്രയാസ, എനിക്ക് പൂജയൊക്കെ ഉണ്ടാക്കാന് നടക്കൂല, അത് ശിർക്കാക്കാൻ പ്രയാസ. അപ്പുറത്ത് സക്കരിയ ഗണ്ണന രംഗത്തൊക്കെ ഉള്ള സക്കരിയ വെക്കുന്നത് ലാബ് ഡെക്കറേഷന്റെ പണിക്ക് നമ്മൾ പോണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. വിട്ടുപിടിക്കും. ഒരു മനുഷ്യനായ ഒരാൾ ഞാൻ പറഞ്ഞിങ്ങനെ വെക്കുമ്പോ ആ വാചകത്തിൽ നമുക്ക് കുറിച്ച് ശുദ്ധാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. പ്രത്യേകിച്ച് കലാപ്രശ്നത്തിന്റെ തീവ്രതന്നെ നിൽക്കുന്നത് ശരിയായ വാക്കുകൾ. ഒരു വാചകന്റെ എഴുതിപ്പിച്ചിട്ട് പറയുന്നവരില്ല ലേഖനം മുഴുവൻ വായിക്കാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് അതുകൊണ്ടാണ് ഞമ്മക്ക് പറ്റിയ തോന്നു പറഞ്ഞാൽ അത് ഇതിനോട് സഹായം ചെയ്യുന്നത് ശുദ്ധാണ്. അത് സഹായം തേടാം എന്ന് ഉള്ള വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞോ മുജാഹിദ് എല്ലാം ശിക്ഷ എന്ന് പറഞ്ഞാൽ മതി. മറ്റീനല്ല അവിടെ അത് ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുള്ളത് എടുത്തു നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും അത് ടോട്ടൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതിന്റെ കഴിവ് മറ്റേ മനസ്സിന്റെ മനുഷ്യന്റെ കഴിവ് ഓരോരുത്തരും അവരുടെ കഴിവിൽ നിന്ന് ചെയ്യാൻ അവർക്ക് ചെയ്യുന്നതല്ല അഭൗതികമായ മാർഗമല്ല എന്നൊക്കെ പറഞ്ഞ് വാഹനത്തുമോ പിടിച്ചു നിൽക്കാനൊക്കെ കഴിവ് പറ്റുന്നത്. നമ്മൾ അതിനെ പിടിച്ചു നിന്നാലും ഇതിനോട് സഹായം തേടാം എന്ന് പ്രസംഗിക്കാനോ വാദിക്കാനോ എഴുതാനോ പാടില്ല. ഇതാണ് ആ കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് കഴിഞ്ഞ പരിപാടിയിൽ ഇട്ടിട്ടുണ്ടല്ലോ, ഇതിനൊന്നും മറുപടിയില്ല. PhD-യില് മറ്റേ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ നോംസിൽ എങ്ങനെ ഉണ്ട്, മറ്റേ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആകെയുള്ള തർക്കം എന്താ, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ നോംസ് ഉണ്ട് എന്നാ. അതിലെ തമാശ എന്ന് വെച്ചാൽ ഇതിന്റെ നോംസും ഇതിന്റെ റൂൾസും ഒക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് www ഗൂഗിൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നല്ല ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എടുത്താൽ മതി. പോസ്റ്റ് ഗ്രാജുവേഷൻ ആളുകൾക്ക് പറ്റുള്ളൂ എന്ന് 2019 നോംസ് വന്നിട്ടുണ്ട്. ഇവിടെ നോംസ് ഉണ്ടോ അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചോ അല്ലേ എന്നല്ല തർക്കം. തർക്കം എന്താ അറിയോ, അല്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ, ഞങ്ങളെ തല എണ്ണി വാങ്ങിയ സ്ഥാനം കൊണ്ട്, അതും ചോദിച്ചു വാങ്ങിയ പൊസിഷൻ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനോ മുസ്ലിങ്ങൾക്കോ നാടിനോ കൊണ്ടുള്ളൊരു കാര്യമല്ല. റിട്ടയർമെന്റിന്റെ 2-3 കൊല്ലം മുമ്പ് എനിക്കൊരു PhD കിട്ടണം. കാരണം ഞാൻ മുഖ്യ പ്രതിയോഗിയായി കാണുന്ന ആളുകൾക്കൊക്കെ PhD ഉണ്ട് എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? PhD നിങ്ങളെ കൂട്ടത്തിലുള്ള വേറെ മുതലാളിമാർക്കും ചിലർക്കൊക്കെ ഉണ്ട്. അത് പൈസ കൊടുത്ത് വാങ്ങിയതാ. അത് കിട്ടും, എല്ലാവർക്കും കിട്ടുമാണെങ്കിൽ അല്ലേ? അത് കിട്ടും. അത് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ഈ എടുത്ത പണിന്റെ നേരം കൊണ്ട്, ഈ എടുത്ത പണിയോട് അത് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ നിങ്ങൾ എഴുതുന്ന PhD അത് നിങ്ങൾ തന്നെയാണ് എഴുതുന്നതെന്ന് എനിക്കൊക്കെ ശരിക്കും അറിയാമല്ലോ. നിങ്ങൾ എഴുതുന്ന PhD-യും നിങ്ങൾ എഴുതുന്ന പേപ്പറും കടലാസൊക്കെ നിങ്ങൾ തന്നെയാണ് എഴുതുന്നതെന്ന് ഞാൻ പോലത്തെ ആൾക്കാർക്ക് ശരിക്കും അറിയുന്നോണ്ട് അതിന്റെ കഥ ബാക്കി വേണ്ടി നമുക്ക് പറയാം. ചിലതൊക്കെ ഇനി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താ, നിങ്ങള് പിന്നെ സെമിയോദ്വ അള്ളാഹ് അല്ലാത്തവർ ഉണ്ട് എന്നുള്ളടത്തേക്ക് വരെ അവരെത്തി.
അതുകൊണ്ട് ഇവരുടെ വ്യക്തിത്വം, ഇവരുടെ സത്യവും, ഇവരുടെ ചേലും കോലം, ഇവരുടെ നീട്ടലും കുറിക്കലൊക്കെ കേട്ടിട്ട് ആരെങ്കിലും അല്ലാത്തവരുണ്ട് എന്ന് വിശ്വസിച്ചു പോകുമോ എന്ന് പേടിക്കണതുകൊണ്ട് പാലിച്ച ചില മര്യാദകൾ ഒരുപക്ഷെ പിൻവലിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തോട് പ്രത്യേകം പറയാം. പാലിച്ച ചില മര്യാദകൾ പിൻവലിക്കേണ്ടി വരും. അത്രേ തൽക്കാലത്ത് പറയുന്നുള്ളൂ. അപ്പോ പ്രയാസപ്പെട്ടാലേ ശിർക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. മുപ്പര് കുറെ പ്രയാസപ്പെട്ടു. മുപ്പര് ഒരു പ്രയാസം കണ്ടോളി. താങ്കൾ തന്നെ സംസാരിക്കുന്നത് എന്തിന്റെ പേരില്ല? നിങ്ങൾ മനസ്സിലായ കാര്യം ഇനി എല്ലാവരും പ്രശ്നം നിങ്ങൾ ചിന്ത പറഞ്ഞോ? എനിക്ക് വിരോധമല്ല. ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറയാൻ പാടില്ല. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞതൊക്കെ ഗുരുതരാണ്. അതാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ വിഭാഗീയതയ്ക്ക് കാരണം. അതുകൊണ്ടാണ് അതിനെ പറ്റി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് സംശയം ചോദിച്ചാണ്. നിങ്ങളെന്താ വിചാരിച്ച് അവിടുന്ന് കൊലപാതകം നടന്നതാ? ഇല്ല. അവിടെ ഒരു സുഹൃത്ത് സർ പിന്നെ യായ്പാടുള്ള അയ്യനൂനി അത് കേട്ടോടുകൂടെ മൂപ്പർക്കാകെ പിരാന്തായി. എന്നിട്ട് മൂപ്പരെടുക്കുന്ന റിസ്ക്കും പ്രയാസമൊക്കെ പറയുന്നുണ്ട്. കേൾക്കും ഷുഗറിന്റെ അളവ്. അതുകൊണ്ടാണ് അതിനെ പറ്റി എന്ന് പറയണ്ട. പിന്നെ നിസ്സാരാണ്, അന്വേഷിച്ച് നിസ്സാരമല്ല. ശിർക്കിന്റെ ഒരു കാര്യത്തെ ഇങ്ങനെ നിസ്സാരാക്കിയത് പിന്നെ എന്ത് മുജാഹിദാണ്, എന്ത് ഇസ്ലാം പ്രവർത്തകനാണ്, എന്ത് ആദർശാണ്, അത് പറയരുത്. ഞാൻ പറയട്ടെ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. എന്നും ഞാൻ പറയും, ഇത് ഖുറാഫികളുടെ ഒരു നിലപാട് പോലെ ചോദിച്ചതെന്നെ ആവർത്തിച്ച് പറയാം, അസംബന്ധമായി. ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടായത് ഇബാദല്ല അല്ല. നിങ്ങൾ എന്തിനാക്കി തീർക്കുന്നത്? ഈ ജബ്ബാർ മൗലവി പറയണമെന്ന് കേൾക്കിയനി. കാരണം വെറുതെ തർക്കിച്ചുകൊണ്ട് ഇത്ര നേരം പറ്റില്ല. ഇത്ര നേരം വേറെ ആരും സംസാരിക്കണം, ഞാൻ സംസാരിക്കാം. ഇത്ര നേരം ഈ കാര്യം വിശദീകരിച്ചത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ഈ ലേഖനം ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്കും. കേൾക്കി അവിടെ ഇരിക്കി പോണ ആളുകൾക്ക് പോകാം, അല്ലാത്തവർ മാത്രം ഇരുന്നാൽ മതി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ മറ്റേ ചോദ്യം തന്നെ ചോദിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. കാരണം എന്താ അറിയോ, അത്ര ബുദ്ധിയും ബോധമില്ലാത്തല്ല. ആ പ്രായം വരുന്ന ഈ പണിയൊക്കെ നിർത്തി തെരഞ്ഞു നിൽക്കും. ഇപ്പോ കൃത്യമായിട്ട് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? തിരിയുന്ന ആളുകളാണ് ഞങ്ങൾ. എന്നിട്ട് ഇതിന് അത്ര കരണ്ടില്ല എന്ന് തോന്നുന്നല്ലേ? ആ ഒരു തോന്നൽ വേണ്ട. ഈ കരണ്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഉറക്കം ഒഴിച്ച് കൂടി മെനക്കെടുന്നത്. ഞാനിപ്പോ ഇവിടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാൻ കാര്യമോ? ഷുഗർ 793 ആയ ആളാണ് ഈ നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ സൗദി പോകുന്നതിന് മുമ്പ് ഒരു ഭാഗം തളർന്നുപോയി. ഈ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ മേശയിൽ കയറി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്, കസേരയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ഭാഗം തളർന്നു പോകുന്നു. ഞാൻ 4 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടാണ്. ചെല്ലുമ്പോ 536 എന്റെ ഷുഗർ. ഇവിടെ രാത്രി ഉറക്കില്ല. ഇവിടെ വന്നിട്ടുള്ള അവസ്ഥകൾ എന്താണ്? ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഷുഗറിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണേ. ഇങ്ങനെ ഇത്രയും വിശദമായി വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് ഒരു കാര്യമില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾക്കിത് പറയണ്ട. താങ്കൾക്കുണ്ടെങ്കിൽ താങ്കളുടെ കാര്യം മാത്രം അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ. എന്നിട്ടിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം എന്താ അറിയോ? ഈ ചോദ്യം ഒരടിസ്ഥാനവുമില്ലാത്ത ചോദ്യം. അപ്പോ വെള്ളം കുടിക്കുന്നതിന്റെ കാരണങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അത് തെളിവില്ലായിട്ടല്ല സംഗതി. അത് അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാവും. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകും. അള്ളാഹു എല്ലാവർക്കും അങ്ങനെ രോഗമുള്ളവർക്കൊക്കെ ശിഫ കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും ഹിദായത്ത് റബ്ബ് കൊടുക്കട്ടെ. ഏതാണെങ്കിലും സുഹൃത്തുക്കളെ മനസ്സിലായല്ലോ, കുറെ മൂപ്പർ കഷ്ടപ്പെട്ടു. ലാബ് ടെക്നീഷ്യന്റെ പണി മൂപ്പരെടുത്തപ്പോ പ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങി. ചോദിക്കുമ്പോ ചൂടായിട്ട് കാര്യമുണ്ടോ? ചൂടായ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നല്ലാതെ. അപ്പോ അതിനുവേണ്ടി ഇത് ശിർക്കാക്കാൻ വേണ്ടി മൂപ്പരെടുത്ത പണിയാണ്. ഇനി ഒരു 10 മിനിറ്റ് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അത് മാത്രം കേട്ടാൻ മനസ്സിലാച്ചാൽ മതി. ഞാൻ പറഞ്ഞപ്പോ ഓർന്ന് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇദ്ദേഹം ചെയ്ത പണി എന്താ അറിയോ? ഇദ്ദേഹം ചെയ്ത പണി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൊളിക്കാനുള്ള ആദ്യത്തെ പടികൾ എടുത്തു വെച്ചു. കാരണം എന്താ? കാരണം മറ്റൊന്നല്ല, ഇവിടെ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാക്കാൻ പ്രയാസാണല്ലോ. അത് ശിർക്കല്ലാന്നുള്ളതുകൊണ്ടാണല്ലോ നന്ദിപ്പള്ളിന്റെ താക്കോല് തരാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അനസ് മൗലവി കേരളം മൊത്തം നടന്നത് വിശദീകരിച്ച് അല്ലേ ഒക്കെ ചെയ്തത്. അപ്പോ ഇത് ശിർക്കാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഇവിടെ ജബ്ബാർ മൗലവിയുടെ 4 വരികൾക്കിടയിലെ ജിന്ന് എന്ന ജീവിയെ, മലക്ക് എന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയെ എന്ത് ചെയ്യണം? അബൗദികമാക്കണം. അത് മൂപ്പരാക്കി കേട്ടോളി.
ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണെന്ന് പറയും. ഇത് സംശയിക്കണ്ട, ഞാൻ ചിന്തിക്കാൻ പോകും. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് വളരെ കഷ്ടപ്പെട്ടത് ശിർക്കാക്കിനെ നമ്മൾ കണ്ട് നീട്ടി വലിച്ച് ഇരിക്കട്ടെ. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു, ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. KC മുഹമ്മദ് മൗലവി മാറഞ്ചേരിയുടെ ലേഖനമാണ്. 2013 ഫെബ്രുവരിയിൽ വന്നതാണിത്. ഇതേപോലെ ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ 2013 ഫെബ്രുവരി 8 വന്നതാണ്. എന്നാൽ ഇതേ സംഗതി ഇതേപോലത്തെ മറ്റൊരു ഫെബ്രുവരിയിൽ ജിന്നിന്റെ കഴിവിനെ സംബന്ധിച്ച്, മലക്കിന്റെ കഴിവിനെ സംബന്ധിച്ച് വന്നത് എന്താണ്? നോക്കൂ നിങ്ങൾ. 2007 ഫെബ്രുവരി 16 വന്നത് എന്താണ്? 2007 ഫെബ്രുവരി 16 വന്നത് വിമർശകനായ ഫൈസിയെ ഈ വസ്തുത നേരത്തെ തന്നെ മുജാഹിദുകൾ ഉണർത്തിയതാണ്. ആ ഭാഗവും കാണുക. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അബോധികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ള ആളുകൾ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണെന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? ഇത് വിചിന്തന എഴുതിയതാ. ഇവിടുന്ന് പോന്നു, ഇവിടെ നിന്ന് പോന്നതാണ്. കഴിഞ്ഞ പുളിക്കൽ പ്രോഗ്രാമിൽ അനീഫ് കായപ്പടിക്ക് എന്റെ സുഹൃത്ത് ഫൈസലിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ വിറക്കേണ്ടി വന്നത്, അദ്ദേഹത്തിന് ഉരുളേണ്ടി വന്നത്, ദുആ കേൾക്കുന്നവൻ അല്ലാഹു അല്ലാത്തവരുണ്ട് എന്ന് പറയേണ്ടി വന്നത്, ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നപ്പോ മൈക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ചാരനെ മൂപ്പരിക്ക് തിരിയല എവിടുക്ക പോണത്. കാരണം മൂപ്പരുണ്ടാക്കിയതല്ലേ, ചാര ഇടപെട്ടിട്ട് മൈക്ക് കൊടുക്കാതിരുന്ന്. അനീഫ് കായക്കൊടി ചാരന്റെ അവിടെ എത്തിയിട്ടുണ്ടാവില്ല, ഒരു ചാൻസ് കൂടി കൊടുത്താലെന്ന് പറഞ്ഞ് ഫൈസൽ അടുത്ത ബോംബ് ടഫ് ആണ് പൊട്ടിച്ച്, മറ്റേ ബോംബ് പണ്ടിട്ടാതെ കോലത്തില്. അതോടുകൂടെ മൈക്ക് പിന്നല്ല, സമയമില്ലാത്തതുകൊണ്ട് അബ്ദുറഹ്മാൻ സൽഫി 3/4 മണിക്കൂർ പിന്നെയും പ്രസംഗിച്ചു. മനസ്സിലായോ? അതാ ഉണ്ടായത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം 3 വിചിന്തനം മുന്നിൽ വല്ലതുണ്ടെങ്കിൽ പറയും, വല്ലതുണ്ടെങ്കിൽ പറയും. ജുബൈരിൽ നടന്ന NV സാലിം ഖാന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ്, ആ ക്യാമ്പിന്റെ ന്യൂസ് വിചിന്തനത്തിൽ വന്നല്ലോ. അത് വേണ്ട ആൾക്കാരൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവും, അതുകൊണ്ടേക്കാരും. ഏതാണെങ്കിലും വന്നത് തിരുത്താൻ വേണ്ടി എത്ര കോളങ്ങൾ മുടക്കിയത്, എന്തതിലൊന്നും ഉണ്ടാത്തത്? അന്നും എന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് അത് തന്നെയാണ്. ആ നിലപാടിൽ സലഫിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും, ഉറപ്പാ. അങ്ങനെ വന്നപ്പോ എന്തായിരുന്നറിയോ? നേരെ നെല്ലിക്കുത്തിന്റെ തൗഹീദിക്കാണ് പോയി. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞോട്ടെ. ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആൻ ഒരാൾക്കും ധരിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ആർക്കും തെളിയിക്കാൻ സാധ്യമല്ല. സീഡിയിട്ടവർ പിടിച്ചടക്കാൻ വേണ്ടി അതേ സീഡിയിട്ടവരിൽ വെച്ചു പറഞ്ഞ കാര്യം അദ്ദേഹം മാറ്റി. ജബ്ബാർ മൗലവി പറഞ്ഞതിൽ പിന്നെ ശിർക്കില്ല, ശിർക്കാക്കാൻ പ്രയാസമാണ്, ലാബിലെ ഗ്രീസിന്റെ പണിക്ക് പോണ്ട എന്നതൊക്കെ പറഞ്ഞപ്പോ നേരെ പോയത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ വാദത്തിക്കാണ്. ആ വാദത്തിക്ക് പോയതിന്റെ ഏറ്റവും അവസാനത്തെ അതാണ് സുഹൃത്തുക്കളെ, സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹുവാണ്
എന്ന തത്വത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നത്. അവിടെ മുതൽ തൗഹീദ് പൊളിയ തങ്ങൾ കേട്ടോളി. അവിടെ മുതൽ ശിർക്ക് ആരോപിച്ചവന്റെ അടുത്തേക്ക് ആ ആരോപിക്കപ്പെട്ടവനിൽ ശിർക്കില്ലെങ്കിൽ ശിർക്ക് തിരിച്ചു വരുമെന്നത് ആകാശത്തു നിന്ന് ഒന്ന് വഹിയാണ്. പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ കൊണ്ടുവന്നു കൊടുത്ത സന്ദേശമാണ്. അത് പഴക്കുകയില്ല. പക്ഷേ അത് പരമ്പത്ത് വെച്ച് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ബാപ്പാരെ പുറത്താക്കിയ മക്കളെ, ഭാര്യയെ വീട്ടിലാക്കിയ ഭർത്താക്കന്മാരെ, വാപ്പി മോനം തർക്കിക്കുന്നത് കേട്ടിട്ട് മാനസിക രോഗിയാകളായ മാതാക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട. ഇത് അബ്ദുറഹ്മാൻ സലഫിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിൽ അദ്ദേഹം നടത്തിയ ഇടപെടലാണ്. അങ്ങനെ വന്നപ്പോ രണ്ടാമത് സംഭവിച്ചത് എന്താ നിങ്ങള്? അങ്ങനെ വന്നപ്പോ ശിർക്കെത്തി. എന്തുകൊണ്ടെത്തി? കുഞ്ഞീദ് മദിന് എഴുതിയതെന്താ? എന്താ നിങ്ങൾ കുഞ്ഞീദ് മദിന്റെ വാക്ക് വായിക്കാത്ത? ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ പറയാൻ നമുക്ക് സമയമുണ്ട്. അത് കേൾക്കാനാ മുജാഹിദ് നിങ്ങൾ വരുന്നത്? പറയണം നിങ്ങൾ. ഗോപിന്റെ ക്ലിപ്പും അല്ലെ, ഗോപിന്റെ ക്ലിപ്പും അവിടെ അടിച്ചിറക്കണതൊക്കെ നിങ്ങൾ ഇടുന്നുണ്ട്. എന്താ അതിന് മറുപടി വരാത്തത്? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ 1 മണിക്കൂർ അധിക സമയം ഞങ്ങൾക്ക് വാങ്ങിത്തരാം. ഞങ്ങൾ എന്തായാലും ഫോൺ ചെയ്ത് നിങ്ങൾ പരിപാടി മുടക്കൂല. നിങ്ങൾ ഫോൺ ചെയ്ത് മുടക്കിയാൽ സമയം ചുരുക്കാൻ പോലീസ് പറഞ്ഞാലുള്ളൂ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നല്ലോ വിളിക്കല്. ഇല്ലാന്നൊന്നും ഇവിടെ ആർക്കും പറയാൻ പറ്റൂലല്ലോ. ഇരിക്കട്ടെ, ഏതാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ വന്നപ്പോ കുഞ്ഞീദ് മദിന് എഴുതിയതെന്താ? അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ള സൃഷ്ടികൾക്ക് ആരുമില്ല എന്ന് അദ്ദേഹം എഴുതിന്റെ ചുരുക്കം. PK മുസ്ലിം എഴുതിയതെന്താ? അഭൗതികമായ നിലക്കുള്ള രക്ഷയും ശിക്ഷയും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് വരുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. ജിന്ന് നമ്മളെ ഉപദ്രവിക്കും എന്ന് ജമിയത്തുൽ ഉലമ തന്നെ എഴുതിച്ചു. സലാസുല്ലമി ആദ്യമായിട്ട് നിഷേധിച്ചത് എന്തുകൊണ്ടാ?